നമുക്ക് വചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ കാതുകളെ ഈ ദൈവസ്ഥാനിലേക്ക് ചായ്ക്കാം. ഇന്ന് രാത്രി ദൈവദാസനെ ഞാൻ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം ഇന്ന് രാത്രി ശക്തമായി തൻ്റെ ദാസനെ നമ്മുടെ മധ്യയെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളെ അടിച്ച് അദ്ദേഹത്തെ ഒന്ന് സ്വാഗതം ചെയ്യാം. ആനന്ദവാരാശി തന്നിൽ പരക്കും വിജീതരത്നങ്ങളാർക്കുന്ന ഗാനം വേദോക്ത സീമാവിലെത്തി ശ്രവിപ്പാൻ ഏകേടു കർണങ്ങൾ ശ്രീയേശുനാഥ. മൂഢോപദേശ കൊടുങ്കാടു ശീക്രം പാടേ തകർത്തങ്ങു ഭസ്മീകരിപ്പാൻ ചൂടോടെ കത്തിജ്വലിക്കുന്ന നാവും നീടാർന്നു നൽകിയിടു ശ്രീയേശുനാഥ. നിത്യം ലഭിക്കട്ടെ സൂര്യപ്രകാശം, അഭ്യുൽപതിക്കട്ടെ ചന്ദ്രന്റെ കാന്തി, നാനാത്വമാർന്നുള്ള പുഷ്പങ്ങളെന്നും സൗരഭ്യമേകട്ടെ ശ്രീയേശുനാഥ. കരങ്ങളുയർത്തി വായ് തുറന്നൊരു ഹല്ലേലൂയ പറയാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം ദൈവവചനവുമായി ഇവിടെ നിൽക്കുവാൻ സർവകൃപാലുവായി ദൈവം എനിക്ക് അവസരം നൽകിയതുകൊണ്ട് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഒപ്പം വന്നുകൂടിയിരിക്കുന്ന ബഹുമാന്യരായ നാട്ടുകാർ, സഹോദരന്മാർ, സഹോദരിമാർ, കർത്തൃ ശുശ്രൂഷയിൽ എനിക്ക് സഹകാരികളായി നിൽക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, അസംബ്ലീസ് ഓഫ് ഗോഡ് ആനന്ദപ്പള്ളിയിലെ സഭ ശുശ്രൂഷകൻ, ഭാരവാഹികൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ സ്നേഹം, വന്ദനം, നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രി യോഗത്തിൽ വിശദമായി പ്രസ്താവിച്ചതുപോലെ ക്രിസ്തീയ പ്രഭാഷണ മേഖലയിൽ 5 പതിറ്റാണ്ടുകൾ പിന്നിടുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ കൃപ ചെയ്തു. എന്നാൽ കൺവെൻഷൻ പ്രസംഗങ്ങളുടെ ആരംഭം കുറിച്ചത് ഇവിടെ തൊട്ട് സമീപത്തുള്ള ആനന്ദപ്പള്ളിയിൽ തന്നെ, ഈ സമീപത്ത് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ ആ വിശാലമായ ആ ഭവനാങ്കണത്തിൽ വെച്ച് ഇന്നേക്ക് 42 വർഷങ്ങൾക്ക് മുമ്പ് 1974 എൻ്റെ ടീനേജ് പ്രായം അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ 20-21 ഞാൻ കയറുമ്പോൾ അവിവാഹിതനായിരുന്ന ആ കാലത്ത് എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ചെയ്ത പ്രസംഗമാണ് പിന്നീട് ബറോഡ ജോയ് എന്ന പേരിൽ ഞാൻ അറിയപ്പെടാനും 14 രാജ്യങ്ങളിൽ സഞ്ചരിപ്പാനും ദൈവം ഇടയാക്കിയ ആരംഭം കുറിച്ചതെങ്കിൽ ആനന്ദപ്പള്ളിയിലെ ദൈവജനങ്ങളോട്, പൊതുജനങ്ങളോട് എനിക്ക് എന്നും കടപ്പാടുണ്ട്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അങ്ങനെ കഴിഞ്ഞ 50 വർഷങ്ങളോളം സുവിശേഷ പ്രഭാഷണ മേഖലയിൽ തന്നെ നിലനിൽപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. വാമൊഴിയായും വരമൊഴിയായും ദൈവവചനം അനേകരുടെ ഉള്ളങ്ങളിൽ എത്തിക്കുവാൻ ദൈവാത്മാവ് നൽകിയ ഉൾപ്രേരണയെ തുടർന്നാണ് രചനകൾ ആരംഭിച്ചത്. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ മലയാളം, ഹിന്ദി ഭാഷകളിൽ 40-ലധികം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഇന്നലെ പ്രസ്താവിച്ചതുപോലെ തന്നെ മിക്കതിൻ്റെ ഒരു കോപ്പിയും ഒരു സ്റ്റോളിലും ഇപ്പോഴില്ല. ലഭ്യമാകുന്ന 2-3 പുസ്തകങ്ങളുടെ ചുരുക്കം കോപ്പികൾ മാത്രമേ അവിടെ വെളിയിൽ ക്രമീകരിച്ചിരിക്കുന്ന പുസ്തകശാലയിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പ്രസംഗം കേൾക്കുമ്പോൾ ഓർത്തിരിക്കണം ഈ കാര്യങ്ങളെന്ന് ആഗ്രഹിക്കുന്ന നല്ല ആളുകൾ കുറിപ്പെഴുതി വയ്ക്കും. നന്നാകാനുള്ള ലക്ഷണമാണ്. പക്ഷേ പിന്നെ ഫാനിൻ്റെ കീഴിലിരുന്ന് പുസ്തകം തുറക്കുമ്പോൾ കുറിപ്പ് പറന്നു പോകും. കുറിച്ച് വെച്ചില്ലെങ്കിൽ മറന്നു പോകും, കുറിച്ച് വെച്ചാൽ പറന്നു പോകും. ഇങ്ങനെ മറന്നും പോകാതിരിക്കാനാണ് അച്ചടിച്ച പ്രഭാഷണ പുസ്തകങ്ങൾ. നീ പറക്കുന്നത് വരെ നിൻ്റെ കൂടെ ഇരിക്കും. മഹാനായ ഒരു ദൈവഭൃത്യൻ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരാം. വായിക്കുന്നവൻ വിളയും, വായിക്കാത്തവൻ വളയും. പടേകാത്തോ പക്കേക, നീ പടേകാത്തോ ജൂക്കേക. അതുകൊണ്ട് ആത്മീയ മണ്ഡലത്തിൽ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗ്രന്ഥങ്ങൾ പ്രയോജനം ചെയ്യും. മനസാന്തരം, ജലസ്നാനം, ആത്മസ്നാനം, പുതുഭാഷകൾ, പിന്നീട് ആരാധനയെ, അതിൻ്റെ വാല്യൂ, പെന്തക്കോസ്ത്, അടിസ്ഥാന ഉപദേശങ്ങളെ വിശദീകരിക്കുന്നതായ പുസ്തകമാണ് വിശുദ്ധ വേദോപദേശങ്ങൾ. സ്വയം വായിക്കാം, സത്യാന്വേഷികൾക്ക് വാങ്ങിക്കൊടുക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത. വിവാഹ ജീവിതം, ആർക്ക്, എന്തിന്, എങ്ങനെ, കുമാരന്മാർ, അവരുടെ പ്രശ്നം, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യങ്ങൾ, അതിനുശേഷം അതിൽ നിന്ന് ഒഴിയാനായിട്ട് വല്ല വഴിയുണ്ടോയെന്ന് നോക്കി നടക്കുന്ന ആളുകൾ, ഇവർക്കെല്ലാവർക്കുമാണ് വിശുദ്ധ വിവാഹ ജീവിതത്തിൻ്റെ പുസ്തകം. ഇതിൻ്റെ അങ്കുലി പരിമിതമായ കോപ്പികളോടൊപ്പം ഇന്ന് എൻ്റെ പിന്നിലിരിക്കുന്ന ആദരണീയനായ ദൈവദാസൻ, വേദാധ്യാപകൻ, നന്നായി ടെലിവിഷൻ പ്രഭാഷകൻ എഴുതിയ മോക്ഷയാത്രയ്ക്ക് സ്വർഗീയ പ്രമാണങ്ങൾ എന്നൊരു പുസ്തകത്തിൻ്റെ 4-5 കോപ്പികൾ ഇന്ന് അവിടെ വെച്ചിട്ടുണ്ട്.
ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമായ ഉപദേശങ്ങളിൽ ഒട്ടേറെ മുത്തുകളായ കാര്യങ്ങൾ, വിഷയങ്ങളെ വിശകലനം ചെയ്ത് ആധുനിക തലമുറയിൽ പ്രയോജനം ചെയ്യുന്നതാണ്. പക്ഷേ അധികം കോപ്പികൾ അവിടെ ഇല്ല. ഞാനത് വായിച്ചു, വളരെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഇങ്ങനെ ഈ ഗ്രന്ഥങ്ങൾ വാങ്ങി വായിക്കാം. വചനഘോഷണം എന്ന മാസികയുടെ ചില കോപ്പികൾ അവിടെ ഉണ്ട്. അത് ആ കോപ്പികൾ സൗജന്യമായിരിക്കും. എൻ്റെ ലേഖനങ്ങൾ, അനുഭവങ്ങളൊക്കെ അതിൽ സാധാരണ പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങാം. ഇങ്ങനെ കഴിഞ്ഞ രാത്രി യോഗങ്ങളിൽ കർത്താവ് തൻ്റെ ദാസന്മാരെ ഉപയോഗിച്ചു. ഇന്ന് രാത്രിയിലും വാഴ്ത്തപ്പെട്ട കർത്താവ് വാഗ്ദത്തപ്രകാരം നമ്മുടെ നടുവിലുണ്ട്. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കിൽ പതിഞ്ഞിരുന്നു. നമ്മുടെ ഹൃദയദൃഷ്ടി കർത്താവെങ്കിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ബൈബിൾ തുറക്കൂ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 15-16 വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കാം. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി. കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. ദൈവജനങ്ങൾ അല്പനിമിഷങ്ങൾ സ്തോത്രത്തിൽ ജാഗരിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, തിരുസാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഉള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമേ, ഈ രാത്രി ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്വർഗീയ ഭോജനം നൽകി ഞങ്ങളെ തൃപ്തരാക്കണമേ. ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ സഹായിക്കണമേ. ഹാവ് ദൈൻ ഓൺ വേ ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വിനയമായിട്ട് അപേക്ഷിക്കുന്നു, കേൾക്കണമേ. സോദോം ഗൊമോറ ദേശങ്ങളിൽ വന്ന ദൈവിക ന്യായവിധിയെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. വേദപുസ്തകം നാം ശരിയായി പഠിച്ചാൽ വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, പട്ടണങ്ങളുടെ മേൽ, പ്രത്യേകമായ സമൂഹത്തിൻ്റെ മേൽ മാത്രമല്ല ആഗോള വ്യാപകമായും ദൈവം പാപത്തെ ശിക്ഷിച്ച, ന്യായവിധി അയച്ച ഒട്ടേറെ സംഭവങ്ങൾ കാണുവാൻ കഴിയും. അത്യുന്നതനായ ദൈവത്തിൻ്റെ 2 ദിവ്യത്വ സ്വഭാവങ്ങൾ ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. നമ്പർ 1, ഗോഡ് ഈസ് എ റൈച്ചസ് ജഡ്ജ്. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ബി പാർട്ട്, ഗോഡ് ഈസ് എ ലവിങ് ഫാദർ. അവൻ കരുണയുള്ള ഒരപ്പച്ചൻ കൂടെയാണ്. എ പാർട്ട്, ഗോഡ് ഈസ് ലവ്. ദൈവ സ്നേഹവാനാണ്. മറുവശം, ഗോഡ് ഈസ് എ കൺസ്യൂമിങ് ഫയർ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഇത് രണ്ടും വിശ്വസിക്കുന്നവർ മാത്രം കൈയൊന്ന് ഉയർത്തിയാട്ട്. ഇപ്പോഴും സ്നേഹവാനായ ദൈവം, പിതാവായ ദൈവം, ഇത് മാത്രം കേൾക്കാനാണ് നമ്മുടെ കൊതി. പക്ഷേ മറുവശം ഓർക്കണമേ, ദൈവം കാരുണ്യവാനായിരിക്കുമ്പോൾ തന്നെ ദഹിപ്പിക്കുന്ന അഗ്നി കൂടെയാണ്. ദൈവം കരുണയുള്ള അപ്പച്ചനായിരിക്കുമ്പോൾ തന്നെ നീതിയുള്ള ഒരു ന്യായാധിപതിയാണ്. ഇത് രണ്ടും തുല്യ അളവിലാണ് ദൈവനീതി, ദൈവസ്നേഹം പോകുന്നത്. അതുകൊണ്ടാണ് 2-ാം സങ്കീർത്തനം 11-ൽ പറയുന്നത്, ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ച്. ഇതെങ്ങനെ 2 വികാരങ്ങൾ ഒരുമിച്ചാകുക? വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉല്ലസിക്കാൻ പറ്റുമോ? സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിറയ്ക്കാൻ പറ്റുമോ? യെസ് മാൻ. വിറയ്ക്കണം, സന്തോഷിക്കണം. സന്തോഷിക്കുമ്പോൾ വിറയ്ക്കാം, വിറയ്ക്കുമ്പോൾ സന്തോഷിക്കാം. സ്വർഗത്തിലെ ദൈവം ഒരു കരുണയുള്ള അപ്പച്ചനാ, നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. പക്ഷെ നീതിയുള്ള ന്യായാധിപനാ, വിറയ്ക്കാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കയറണം. ആയുസ്സിൽ ഒരിക്കലേ ഞാൻ ENT സ്പെഷ്യലിസ്റ്റിന് അടുത്ത് പോയുള്ളൂ. എനിക്ക് ചെവിക്കകത്തുള്ള കീടങ്ങൾ മാറ്റാനാണ്. അദ്ദേഹം ചെയ്ത ഒരു മെത്തേഡിനെ വളരെ സന്തോഷിപ്പിച്ചു. ചെവിക്കുള്ളിലോട്ടൊരു ദ്രാവകം അടിച്ച് കയറ്റുക. അതകത്തോട്ട് വരുമ്പോൾ ആരും ചിരിച്ചു പോകും. ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊട്ടിലിട്ട് വലിക്കുക, അയ്യോ ഒന്ന് നിലവിളിച്ചു. അപ്പോൾ ചിരിക്കുമ്പോൾ കരയാം, കരയുമ്പോൾ ചിരിക്കാം. അതുകൊണ്ട് ഇന്ന് രാത്രിയിലുണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറയാം. ടീ ജഗ് പോലെ, കോഫി ജഗ് പോലെ ആരും വീർത്ത് കെട്ടിയിരിക്കണ്ട. വചനത്തിൽ സന്തോഷിപ്പീൻ. സന്തോഷിക്കുന്നതിനിടയ്ക്ക് നിന്റെ കീടം കൂടെ പുറത്തു പോകണം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. കീടം കൂടെ പുറത്തു പോകണേ. അങ്ങനെയല്ലയോ, ചിരിപ്പിച്ചിട്ട് കീടമെടുക്കുക. സന്തോഷിക്കൂ. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായതിനെ ഞാൻ കടാക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ആട്ടിൻകുട്ടി എടുക്കുന്ന യേശുവിൻ്റെ പടം വരയ്ക്കുമ്പോൾ ആട്ടിൻകുട്ടി എടുക്കുന്ന യേശു, കുഞ്ഞുങ്ങളെ എടുത്ത് ഉമ്മ വെക്കുന്ന യേശു, അപ്പം
മുറിക്കുന്ന യേശുവിൻ്റെ പടമല്ലേ കാണുന്നുള്ളൂ. പക്ഷേ യേശുവിന് വേറൊരു പടമുണ്ടെന്ന് മറക്കരുത്. എന്തെന്നറിയാമോ? കൊള്ളരുതായ്മ ദേവാലയത്തിൽ കാണുമ്പോൾ കയറും കൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കുന്ന യേശുവും കൂടെ ഉണ്ട്. ഈ ചിത്രം വരയ്ക്കാൻ ഞാൻ പറയുകയില്ല. പടം വരച്ച് ആരാധിക്കുന്നത് വിഗ്രഹാരാധനയുടെ ഭാഗമാണ്, വേണ്ട. പക്ഷെ ഇങ്ങനൊരു പടം യേശുവിനുണ്ടെന്ന കാര്യം നീ മറക്കരുത്, മറക്കരുത്. അത് ഓർമ്മയിലിരിക്കണം. ഭയപ്പെടുമ്പോൾ സന്തോഷിക്കൂ, സന്തോഷിക്കുമ്പോൾ ഭയപ്പെടൂ. അത്യുന്നതനായ ദൈവം കരുണയുള്ള ഒരു പിതാവ് മാത്രമല്ല, നീതിയുള്ള ഒരു ന്യായാധിപതി കൂടെയാണ്. വ്യക്തികളുടെ മേലും കുടുംബത്തിന്മേലും ദേശത്തിന്മേലും സമൂഹത്തിന്മേലും ആഗോള വ്യാപകമായും ദൈവം ന്യായവിധി അയച്ച എത്രയോ സംഭവങ്ങളുണ്ട്. 3 മെത്തേഡിലാണ് ന്യായവിധി. നമ്പർ 1, ചില പാപങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ന്യായവിധി വരും. ഓർമ്മയുണ്ടോ? എലീശയെ മൊട്ടത്തലയെന്ന് വിളിച്ച് കളിയാക്ക പിള്ളാർ ഉടനെ തന്നെ പെൺകരടി വന്ന് കടിച്ച് കീറി കൊന്നു. അനന്യ സപ്പീറ ദമ്പതികൾ പെട്ടെന്നാണ് ന്യായവിധി. കോരഹ് നാമാൻ അബീറാം പെട്ടെന്നാണ് എന്നത് ന്യായവിധി. എലീമാസ് എന്ന വിദ്വാൻ പാപം ചെയ്യുന്നു, ന്യായവിധി വന്നു കഴിഞ്ഞു. പക്ഷെ എപ്പോഴും ഇത് സംഭവിക്കില്ല. മെത്തേഡ് നമ്പർ 2, ഡിലേഡ് ജഡ്ജ്മെന്റ്. നിന്റെ പാപം വിളഞ്ഞ് പഴുത്ത് പാകമാകണം. ഒത്തിരി കേട്ട് നീ അത് മാനസാന്തരപ്പെടുത്ത ഹൃദയം കഠിനപ്പെടുത്തി ലാസ്റ്റിൽ ഒറ്റയടി. അങ്ങനല്ലേ ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. മനസ്സിലായോ? അതാ ഏറിയ നാളുകൾ കൊടുത്തു, സ്വയം കഠിനപ്പെടുത്തി, അവസാനമാണ് ശിക്ഷ. സ്വതം ഗമോറ നഗരങ്ങളിൽ മേലും പാപം വർദ്ധിച്ചു. ഹീന ജന്തുക്കളിലില്ലാത്തതുപോലെ സ്വവർഗഭോഗം മാത്രമോ ഹീന നികൃഷ്ടമായ പാപം അതിൻ്റെ ക്ലൈമാക്സിൽ പരമകാഷ്ഠയിലെത്തി. അപ്പോഴാണ് ന്യായവിധി വന്നത് സോദോമിന്മേൽ, പിന്നെ ഫറവോന്റെ മേൽ. മറ്റൊരിടത്ത് വായിക്കുന്നില്ലേ, ഉൽപ്പത്തി 15, അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. കുഞ്ഞേ, ഇതുവരെ തികയാത്തത് കൊണ്ടാണ് ന്യായവിധി വരാത്തത്. ഇനി തേർഡ്, ഫൈനൽ ജഡ്ജ്മെന്റ്, അന്തിമ ന്യായവിധി. വായിക്കപ്പെട്ടിട്ടുണ്ടോ 50-ാം സങ്കീർത്തനം? നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, കള്ളനെ കണ്ടാൽ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു, പിന്നെ ഇവ നീ ചെയ്തു, ഞാനോ മിണ്ടാതിരുന്നു, ചുപ്ചാപ്പിരക. അപ്പൊ നീ എന്തോ വിചാരിച്ചു? ഇത്രയും കൽപ്പന ലംഘിച്ചിട്ടും പാപം ചെയ്തിട്ടും എനിക്ക് ചിക്കൻ ഗുനിയ വന്നില്ലല്ലോ, പന്നിപ്പനിയും വന്നില്ലല്ലോ, മൂക്കിപ്പനിയും വന്നില്ലല്ലോ. ഗ്ലോറി. നല്ല സന്തോഷം. അപ്പച്ചന് ഇഷ്ടമാണ്, മക്കളെ ഇഷ്ടമായത് കൊണ്ടൊന്നും അല്ല. അവിടുത്തെ അടുത്ത വാക്യമുണ്ട്, ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. ഒരന്തിമ ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. കേരള പോലീസിൻ്റെ കയ്യിൽ ഒരു കുറ്റവാളിയെ കിട്ടിയാൽ ഇടി, അടി, തെറി ഒക്കെ സാധാരണയാണ്. എന്തോ പണ്ടക്കാലത്ത് വലത്തേക്കാല് വെച്ച് സ്റ്റേഷനിൽ കയറി ഒറ്റയടി, നീ ഇവിടെ പുറകെ വന്നോടാ. ഇടത്തേക്കാലും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി, നീ ഇവിടെ മുടിക്കാൻ വന്നോടാ. പിന്നെ 2 കാലും കൊണ്ട് കയറിയാൽ നീ ഇവിടെ തുള്ളാൻ വന്നോടാ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ഒത്തിരി ഇടിക്കുമെങ്കിലും അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ ഇടിക്കാറില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ആശയം മനസ്സിലാക്കിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനസ്സിലായോ? അവനെ കഴുത്തറക്കാൻ വെച്ചെങ്കിൽ കൊണ്ട് മക്കളെ എത്ര പാപം നീ ചെയ്തിട്ടും ചിക്കൻ ഗുനിയാൻ പന്നിപ്പനിയും ഒന്നും വരാത്ത, മൂക്കള പോലും ഉണ്ടാകാത്തതിൻ്റെ കാരണം കഴുത്തറക്കാൻ വെക്കുന്നവനൊന്നും ഇടിച്ചിട്ട് എന്താ കാര്യം? പക്ഷെ ഇന്ന് രാത്രി ഓർക്കണം, ആകാശം മാറും, ഭൂമിയും മാറും, അവൻ്റെ വചനത്തിൻ്റെ വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുകയില്ല. ഓർക്കണമേ. ആമേൻ. ചിലപ്പോൾ പെട്ടെന്ന് ന്യായവിധി, ചിലപ്പോൾ താമസിച്ച് നിന്റെ പാപം പക്വതയിലെത്തിയിട്ട് തികഞ്ഞിട്ട് ന്യായവിധി, ചിലപ്പോൾ അന്തിമ ന്യായവിധി. പക്ഷെ നമ്മുടെ ദൈവം പാപത്തെ ശിക്ഷിക്കാതെ വിടുകയില്ല. മനസ്സിലായോ? ഇത് വലിയ ഒരു മർമ്മമാണ്. അതിന് മുൻപേ ദൈവം മുന്നറിയിപ്പ് കൊടുക്കും. റോങ് മോനെ, മോളെ, അരുതേ എന്ന് കുറ്റത്തെ ബോധ്യപ്പെടുത്തി മുന്നറിയിപ്പ് നൽകിയിട്ടേ നമ്മുടെ ദൈവ ന്യായവിധി നടത്താറുള്ളൂ. മനസ്സാന്തരപ്പെടാനുള്ള അവസരം നൽകിയിട്ടേ ന്യായവിധി നടത്താറുള്ളൂ. സോദോം ഗോമോറയിലേക്ക് 2 പേര് വന്നിരുന്നു. ആ ദൂതന്മാരാണ് പെട്ടെന്ന് ഇറങ്ങൂ, ഇതാ ദൈവിക ന്യായവിധി വരുന്നു എന്ന് പറയുകയാണ്. മനസ്സിലാക്കണം, ഇതുപോലെ സമസ്ത ലോകവ്യാപകമായി ഒരു വലിയ ന്യായവിധി വരുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ് അതിവിശുദ്ധ തിരുവെഴുത്തുകളിൽ പല പ്രവാചകന്മാരിലൂടെ തന്നിട്ടുണ്ട്. പഴയ നിയമത്തിലെ 1-ാം പുസ്തകമായ ഉൽപ്പത്തി 19 ന്യായവിധി നമ്മുടെ മനസ്സിൽ വെക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇനി ഞാൻ വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകമായ മലാക്കി തുറക്കൂ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അവിടെ അന്തിമമായ ന്യായവിധിയെക്കുറിച്ച് പ്രവാചകൻ വിളിച്ചു പറയുന്ന കാര്യം ശ്രദ്ധിക്കും. മലാക്കി 3:5.
ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കും. ഞാൻ ന്യായവിധിക്കായി നിങ്ങളുടെ അടുക്കൽ വരും. അതേ അധ്യായത്തിന്റെ ആരംഭഭാഗത്തിൽ അവന്റെ പ്രത്യക്ഷതയുടെ ദിവസത്തെ ആർക്ക് സഹിക്കാം? അവന്റെ മുൻപിൽ ആർക്ക് നിൽക്കുവാൻ കഴിയും? സ്നേഹിതരെ, ന്യായവിധിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ കേൾക്കുന്നത് നിനക്ക് അരോചകമാകാം. ജോയ് പാസ്റ്ററെ, ഇങ്ങനെയുള്ള പ്രസംഗം കേൾക്കാനല്ല ഞങ്ങൾ വന്നത്. പിന്നെ എന്തിനാ വന്നത്? ആധുനിക നിലയിൽ മോളെ നിന്റെ തലവേദന മാറുന്നു, മോനെ നിന്റെ മുഴ മാറുന്നു, വരുന്നു പാസ്പോർട്ട്, വിസ റെഡി, പാസ്പോർട്ട് റെഡി, നിന്റെ സകലവിധ രോഗബന്ധനങ്ങൾ മാറുന്നു. ഇത് കേൾക്കാൻ തലവേദന മാറാനാ വന്നത്. എൻ്റെ പ്രസംഗം കേട്ടാൽ ഇല്ലാത്ത തലവേദന ഉണ്ടാവും. പക്ഷെ മക്കളെ, ഒരു കൊച്ചു തലവേദന ഞാൻ വരുത്തും. വലിയ തലവേദന നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. മനസ്സിലാക്കിയൊരു മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അച്ചുകുത്ത് പനി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അറിയാമോ? വെറുതെ പോകുന്ന പിള്ളേരെ എല്ലാം പിടിച്ച് അച്ചുകുത്തുക, 3 ദിവസം പനിച്ച് കിടക്കുക. നാണമില്ല ഇത്? മക്കളെ, 2-3 ദിവസം ഒരു കൊച്ചു പനി വരുന്നത് വലിയ കോളറ, മസൂരി, ടൈഫോയിഡ് ഇത് രക്ഷപ്പെടാനാണെങ്കിൽ, ഇന്ന് രാത്രി ഒരു കൊച്ചു തലവേദന വരുന്നത് നിന്നെ ഒരു വലിയ തലവേദന നിന്ന് രക്ഷിക്കാനാണ്. വിശ്വസിക്കുന്ന കർത്തൃദാസന്മാരെല്ലാം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് behold I come quickly, ഞാൻ വരുന്നു. 5-ാമത്തെ വാക്യം മലാഖ്യ 3:5 5 വിധ പാപം. 3 പരസ്യപാപം, 2 രഹസ്യപാപം. മനസ്സിലായോ? എന്താ? പണി ചെയ്തിട്ട് കൂലി കൊടുക്കാതിരിക്കുക, പരസ്യപാപം. പരദേശിയുടെ ന്യായം മറിച്ചു കളയുക, പരസ്യപാപം. അനാഥരെയും വിധവയെയും പീഡിപ്പിക്കുക, പരസ്യപാപം. ക്ഷുദ്രം, വ്യഭിചാരം, രഹസ്യപാപം. 3 + 2 പരസ്യപാപവും രഹസ്യപാപവും. 5 ഇതിനെതിരായിട്ട് മറ്റ് സാക്ഷികളെ വിളിക്കുകയിൽ ഒത്തിരി കോടതികളിൽ വെറുതെ വിടുന്ന എന്താ? മഹാപാപം ചെയ്തവര്. യെസ്, ആമേൻ. വക്കീലിൻ്റെ സാമർഥ്യം കൊണ്ടും പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടും നിന്റെ രാഷ്ട്രീയ സ്വാധീനത കൊണ്ടും ഒക്കെയാണ് രക്ഷപ്പെടുന്നത്. പക്ഷേ രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ദിവസം വരുന്നു. മനസ്സിലായി മക്കളെ? പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടും രാഷ്ട്രീയ സ്വാധീനത കൊണ്ടും വക്കീലിൻ്റെ സാമർഥ്യം കൊണ്ടും രക്ഷപ്പെടത്തില്ല. സുപ്രീം കോർട്ടിലെ വക്കീലോ ജഡ്ജിയോ നിന്റെ അമ്മാവിയപ്പൻ്റെ അനിയൻ്റെ മോനായാലും രക്ഷപ്പെടാനൊക്കത്തില്ല. ബൈബിൾ പറയുന്നു, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. മനസ്സിലായോ? 2 കോരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിച്ചേ തീരൂ. മരണാനന്തരം നടത്തുന്ന പ്രക്രിയയിൽ കൂടെ മോപമോചനമില്ല. ഇന്നലെ രാത്രി ഞാൻ വ്യക്തമായി പറഞ്ഞു, വാഴയ്ക്ക് വളമിടേണ്ടത് വാഴക്കൊല വെട്ടിയ ശേഷമല്ല, പിന്നെയോ കുല വെട്ടും മുൻപേ വളമിടണം. 3-4-5 ദിവസങ്ങൾ ഈ ആനന്ദപ്പള്ളി പ്രദേശത്തിലും വളമിടുകയാണ്. നന്നാകാൻ ഇന്ന് രാത്രി ഒരു ദിവസം കൂടെ ദൈവം തന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. നിന്റെ പ്രാണൻ വേറും മുൻപേ, നിന്റെ ആത്മാവ് ശരീരത്തിന് വേർപെടും മുൻപേ ഇന്ന് രാത്രിയിൽ സുപ്രസാദ കാലമാണ്. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നമ്മൾ നിന്നേ പറ്റുകയുള്ളൂ. അറിയാമോ? അത് 2 കോരിന്ത്യർ 5:10 റോമാലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. ദൈവം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. ഒരു കുഞ്ഞുമറിയാത്ത പരമരഹസ്യങ്ങൾ തെളിവില്ല, ഒറ്റ കുഞ്ഞും അറിഞ്ഞില്ല. മക്കളെ ഓർക്കണമേ, നീ നിന്റെ വാതിലും മുതലും മൊത്തം നീ അടച്ചാലും, ജനലും മുഴുവൻ കൂട്ടി അടച്ചാലും, അറിയാമോ, കർട്ടൻ മുഴുവൻ നീ ഇട്ടാലും, 0 പോയിന്റ് ബൾബ് പോലും നിന്റെ മുറിക്കകത്ത് കത്തുന്നില്ലെങ്കിലും ഉത്തരത്തിൽ പറ്റിപ്പിടിച്ച് മേലോട്ട് തൂങ്ങിക്കിടക്കുന്ന പല്ലിക്കുട്ടിയും, കാട്ടിൻ്റെ കീഴെ പാത്തിരിക്കുന്ന മൂട്ടക്കുട്ടിയും, ചെലന്തി വലയെ കൂടെ ഒളിഞ്ഞു നോക്കുന്ന ചെലന്തിക്കുട്ടിയും, മൂളിപ്പാട്ട് പാടിപ്പാടി പാടിപ്പാടി കട്ടിന്മീതെ വട്ടമിട്ട് പറക്കുന്ന കൊതുകിൻ്റെ കുട്ടിയും മാത്രമല്ലേ പാപം കണ്ടുള്ളൂ എന്ന് നീ ചിന്തിക്കല്ലേ മക്കളെ. കൊതുകിൻ കുഞ്ഞും പല്ലിക്കുഞ്ഞും മൂട്ടക്കുഞ്ഞും ചെലന്തിക്കുഞ്ഞുമല്ല, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ഒരു ദൈവം നിന്റെ മുറിക്കകത്തുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ മാത്രം ഇന്ന് രാത്രി ആ ദൈവത്തെ നീ സ്തുതിക്കൂ. മക്കളെ, വീഡിയോയിൽ അത് എടുക്കുന്നു, നിന്റെ മുൻപിൽ പ്രദർശിപ്പിച്ച് കാണും. സകലവിധ രഹസ്യ പാപങ്ങളും കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4:5
സമയത്തിന് മുൻപേ വിധിക്കല്ലേ. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയത്തിന്റെ ആലോചന വെളിപ്പെടുത്തും. തീർന്നു. മത്തായി സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം ക്രിസ്തുനാഥൻ പറഞ്ഞു, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിന് ന്യായവിസ്താര ദിവസത്തിൽ കണക്ക് ഉണ്ടാകും. മനസ്സിലായോ? നിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടുന്ന വാക്കുകൾക്ക് ന്യായവിധിയുണ്ട്. നിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ചിന്തകൾക്ക് ന്യായവിധിയുണ്ട്. നീ ഇരുട്ടിൽ ചെയ്ത രഹസ്യ പാപങ്ങൾക്ക് ന്യായവിധിയുണ്ട്. ആമേൻ. നിന്റെ പ്രവൃത്തികൾക്ക് ന്യായവിധിയുണ്ട്. സകലത്തിന് ഒരു ദിവസം ദൈവത്തിൽ നിന്നേ മതിയാകൂ. 3.5 കൊല്ലം കൂടെ നടന്ന ശിഷ്യന്മാരുടെ യേശു പറഞ്ഞു, മനുഷ്യപുത്രന്റെ മുൻപിൽ നിങ്ങൾ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. ആരിവര്? കൂടെ നടന്നു, കൂടെ കിടന്നു, കൂടെ ഉറങ്ങി, കൂടെ കഴിച്ചു, കൂടെ പാനം ചെയ്തു. ആ ശിഷ്യന്മാരോട് പറയുന്നു, മക്കളെ, ഇത് കഴിഞ്ഞിട്ട് മനുഷ്യപുത്രൻ വരും. ഞാൻ എൻ്റെ മുൻപിൽ നിങ്ങൾ നിൽക്കണമെങ്കിൽ ഇപ്പോഴേ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നു, ഞാൻ മാത്രം നിൽക്കുന്നു. ന്യായാസനത്തിൽ നേരെ തിരിച്ച നമ്മുടെ അരുമനാഥൻ മാത്രം ഇരിക്കും. നമ്മളെല്ലാവരും അവൻ്റെ മുൻപിൽ നിൽക്കും. ഓരോ വാക്ക്, പ്രവൃത്തി, രഹസ്യമാലോചനയ്ക്ക് ന്യായവിധി നടത്തുമ്പോൾ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? പരസ്യപാപങ്ങൾ കൊണ്ട് രഹസ്യപാപമാണ് മറ്റേത്. ക്ഷുദ്രം, പിന്നെ വ്യഭിചാരം. ഇതിനെ ഞാൻ ചാരപ്പാപങ്ങളെന്ന് വിളിക്കും. ആരും അറിയാതെ. എന്ത്? ആഭിചാരം പ്ലസ് വ്യഭിചാരം. ഈ ചാരം രണ്ടും ഏറ്റവും പരമരഹസ്യമാണ്. എന്താ ആഭിചാരം? ക്ഷുദ്രം. അറിയാമോ? കൂടോത്രം ചെയ്യുക. പിന്നെ അയൽ മുടിയാൻ, കൂട്ടുകാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കോഴിയെ വെട്ടുക, രക്തം തുറക്കുക, പിന്നെ മുട്ട ഉടയ്ക്കുക. ചുരുക്കി പറഞ്ഞ രഹസ്യം. അങ്ങനെ ആഭിചാരം, മന്ത്രവാദം കൊണ്ട് ദൈവമക്കളെ ഒതുക്കാമെന്ന് ലോകമേ നീ കരുതരുത്. ബിലയാം പ്രവാചകൻ കൃപയിൽ പ്രവചിച്ച കാലത്ത് പറഞ്ഞു, ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ആമേൻ. സംഖ്യ 23:9 ഇതുണ്ടെങ്കിൽ സംഖ്യ 23:23 വാക്യത്തിൽ ഒരു പ്രവചനമുണ്ട്. ആ വിചാരം ഇസ്രയേലിന് ഫലിക്കയില്ല, ലക്ഷണവിദ്യ അവനോട് ഒക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അബ്സല്യൂട്ട് കറക്റ്റ് പ്രവചനമാണ്. മകനെ, മകളെ, ദൈവമകളെ, വിശുദ്ധിയുടെ വേർപാടിൻ്റെ അതിരും വരമ്പും നിനക്കുണ്ടോ? വിശുദ്ധിയുടെ വേർപാടിൻ്റെ അതിരും വരമ്പും അടുക്കും ചിട്ടയും ബെല്ലും ബ്രേക്കും ഉണ്ടെങ്കിൽ സമസ്ത ലോകനിവാസികൾ ഒരുമിച്ച് കൂടോത്രം ചെയ്താൽ നിന്റെ തലയിലെ രോമത്തെ തൊടത്തില്ലെന്ന് ഈ രാത്രി ഈ പുസ്തകം ഉയർത്തിക്കൊണ്ട് പറയുമ്പോൾ എന്നോടൊപ്പം കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ എത്ര തയ്യാറാകും? മുടിയാൻ, സഹോദരനെ സഹോദരിയെ തുലയ്ക്കാൻ നീ ആഭിചാരം ചെയ്ത് ക്ഷുദ്രപ്രയോഗം ചെയ്ത് ഇവിടെ അടുത്തോ വെളിയിലോ പിന്നെ അകത്ത് കയറാൻ നിനക്ക് മടിയായതുകൊണ്ട് ഇരുട്ടത്തോ നിന്ന് കേൾക്കുന്ന യുവാവേ, യുവതിയെ, സ്ത്രീയെ, പുരുഷ, ദൈവ പൈതലിനെ തൊട്ട് കളിക്കരുത്. നിന്റെ കുടുംബത്തിലെ കുഴി തോണ്ടാൻ സമയമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവമക്കൾ ദൈവത്തിന് ഉല്ലസിച്ച് ഘോഷിക്കട്ടെ. ആഭിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല, ലക്ഷണവിദ്യ അവനോട് ഒക്കുകയില്ല. ആഭിചാരം, കൂടോത്രം, മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗം കൊണ്ടൊതുക്കാനൊക്കില്ല. 2 വ്യഭിചാരം. എന്ത്? 1 Corinth 7:2 ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. അവോയ്ഡ് ഫോർണിക്കേഷൻ. അതാണ് വിശുദ്ധ വിവാഹ ജീവിതത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. എബ്രായ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ ശരി പരിഭാഷ, വിവാഹം എല്ലാവർക്കും മാന്യമാണ്. അടുത്തത്, വിവാഹിതരുടെ കിടക്ക നിർമ്മലമാണ്. പിന്നെ ഒരു വാണിംഗ് സിഗ്നൽ. എന്നാൽ വ്യഭിചാരികളെയും ദുർനടപ്പുകാരെയും ദൈവം ന്യായം വിധിക്കും. ഇത് രണ്ടും 4 മൃഗത്തിനും ഇഴജാതിക്കും, കാട്ടുമൃഗം പറവജാതി ഇഴജാതിക്കൊന്നും ഇത് ബാധകമല്ല. വ്യഭിചാരം, ദുർനടപ്പ്. പക്ഷേ കഴിഞ്ഞ രാത്രി ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ സ്നേഹിതേ, നിനക്ക് ഈ ജന്തുക്കളിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട്. അകത്തിരിക്കുന്ന നീയും പുറകെ നിൽക്കുന്ന നീയും റോഡിൽ നിൽക്കുന്ന നിനക്ക് ഓർമ്മയുണ്ടോ? എന്താ ജന്തുക്കൾ നിനക്കുള്ള വ്യത്യാസം? അറിയില്ലെങ്കിൽ ചെവി തുറന്ന് കേൾക്ക്. 5 കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്പർ 1, ദൈവ സാദൃശ്യവും ദൈവസ്വരൂപമുള്ള ഒറ്റ ജീവി മനുഷ്യൻ മാത്രമാണ്. 2, മനസാക്ഷിപുരം പോലീസ് സ്റ്റേഷൻ. റോങ് മോനെ അരുതേ, മോളെ അരുതേ എന്ന് പറയാൻ ഒരു മനസാക്ഷി പോലീസുകാരനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നിനക്ക് മാത്രമേ ഉള്ളൂ. അറിയാമോ? 3, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ വേദപുസ്തകം ലഭിച്ച ഒറ്റ ജീവി നീ മാത്രമാണ്. 4, അനശ്വരമായ ഒരു ആത്മാവിനെ നിനക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. 5, മരണശേഷം തൊലി ഉരിക്കുന്ന ഒരു ന്യായവിധി നിനക്കേ ഉള്ളൂ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ. അതുകൊണ്ട് സ്നേഹിതരെ, എൻ്റെ മാന്യ ശ്രോതാക്കളെ, നീ ഒന്ന് മനസ്സിലാക്കണം. ഇത് ദൈവസാദൃശ്യ സ്വരൂപവും നിനക്ക് മാത്രം, മനസാക്ഷി നിനക്ക് മാത്രം, വേദപുസ്തകം നിനക്ക് മാത്രം, അനശ്വരമായ ആത്മാവ് നിനക്ക് മാത്രം, മരണശേഷം
അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുൻപിൽ ശീക്ര സാക്ഷിയായി ദൈവം നിൽക്കുമ്പോൾ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഒരു ന്യായവിധിയും നിനക്ക് മാത്രം. ആകയാൽ നാൽക്കാലി മൃഗങ്ങളെ പോലെ ജീവിക്കരുത്. മൂരി കാളയും കറാച്ചി പശുവും അൽസേഷം പട്ടിയും കാട്ടുപോത്തും മുള്ളം പന്നി പൂവൻ കോഴിയും തോന്നുന്നതിന്റെ പുറകെ ഓടട്ടെ, അതുപോലെ നീ ഓടരുത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിൽ കിടക്കണം. മനസ്സിലായോ? സ്വന്തം ഭർത്താവിനോടൊപ്പം ഭാര്യയോടൊപ്പം, അല്ലാതെ ഓടിച്ചാടി നടക്കരുത്. നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ അവിശ്വസ്തത കാണിച്ചത് എന്ത്? മലാക്ക് 2:14. നിന്റെ ഭർത്താവ് നിന്റെ ഹൃദയത്തെ വിശ്വസിക്കുന്നുണ്ടോ സ്ത്രീയെ? സദൃശവാക്യം 31:12 സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറും. കാരണം അവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. എന്താ ഒരു ആമയും പറയാത്ത? തലവേദന മാറുന്നതല്ലേ ഇത്? തലവേദന ഉണ്ടാകുന്ന മക്കളെ. പക്ഷെ കൊച്ചു തലവേദന വരട്ടെ, ഇതനുസരിച്ചാൽ വലിയ തലവേദന ഒഴിയും. 10 മിനിറ്റിനകം വീട്ടിൽ വന്നില്ലെങ്കിൽ ഭാര്യയോടൊന്ന് പറഞ്ഞു വെച്ച് പോകത്തില്ല, ഭർത്താവിനോട് പറയത്തില്ല. എവിടെ പോയി ബ്രദർ? എപ്പം വരും? ബാ. ഒക്കലഹോമക്കാരി ഒരു സ്ത്രീ സത്യം പറഞ്ഞു. സിസ്റ്റർ, വേർ ഈസ് യുവർ ഹസ്ബൻഡ്? എവിടെ പോയി എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഒൺലി എ വിഡോ ക്യാൻ സേ വേർ ഈസ് മൈ ഹസ്ബൻഡ്. ഒരു വിധവയ്ക്കല്ലേ പറയാൻ കഴിയൂ എൻ്റെ ഭർത്താവ് എവിടാ. കാര്യം മനസ്സിലായോ? അവനെ കൊണ്ട് കുഴിച്ചിട്ടാൽ മരണപര്യന്തം, അതല്ല അവസാനം വരെ കുഴിയ കിടന്നു ആരുടെയും കൂടെ ഇറങ്ങി പോകത്തില്ല. ശരിയല്ലേ? അതുകൊണ്ട് അവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മരണശേഷം വിശ്വസ്തനായിരിക്കും. അങ്ങനല്ലേ? അങ്ങനെയാണോ നിങ്ങളുടെ പുസ്തകത്തിൽ? മക്കളെ, മരിച്ച ശേഷം കുഴിക്കകത്ത് കിടന്ന് വിശ്വസ്ത പുലർത്തിയാൽ ഒക്കത്തില്ല. മരണപര്യന്തം വിശ്വസ്ത പുലർത്തുകയും നിന്റെ സ്വന്തം ഭാര്യയോട് ഭർത്താവിനോട് വിശ്വസ്ത കാണിക്കണം. ദുർനടപ്പ്. ആമേൻ. മോഷ്ടിച്ച വെള്ളം എന്നറിയാമോ? സദൃശവാക്യം 9:17-18 ഒന്ന് വായിച്ച്. ഇത് അലങ്കാര ഭാഷയിൽ ദൈവം പറഞ്ഞ ഒരു സദൃശവാക്യ പുസ്തകം 9-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കൂ. മോഷ്ടിച്ച വെള്ളം മധുരമാ, ഒളിച്ചു തിന്നുന്ന അപ്പം രുചികരം. ഇതെന്തോ അലങ്കാര ഭാഷയാ. മോഷ്ടിച്ച വെള്ളം എന്താണെന്നറിയാമോ? വേറൊരുത്തന്റെ ഭാര്യ മോഷ്ടിക്കുക, വേറൊരുത്തരുടെ ഭർത്താവിനെ മോഷ്ടിക്കുക. സൂപ്പർ ഡെലീഷ്യസ് ആണ്. പിന്നെ ഒളിച്ചു തിന്നുന്ന അപ്പം, അതെന്തുവാ? കല്യാണം കഴിഞ്ഞിട്ടില്ല, ടീനേജ് കുമാരന്മാരുടെ കലാപരിപാടികളാണ്. അതാ ഒളിച്ചു തിന്നുന്ന അപ്പം. അത് ദുർനടപ്പ്. മനസ്സിലായോ? വിവാഹം കഴിയാതുള്ള അവിഹിത ബന്ധങ്ങൾ. ഏത്? കുമാരൻ ടീനേജ് ബോയ്സിന്റെ കലാപരിപാടി, ബോയ്സ് ആൻഡ് ഗേൾസ് അവരുടെ. മറ്റേത് ഒന്ന് വ്യഭിചാരം, ഒന്ന് ദുർനടപ്പ്. മോഷ്ടിച്ച വെള്ളം, ഒളിച്ചു തിന്നുന്ന അപ്പം. ഇതൊക്കെ കലാപരിപാടി കഴിഞ്ഞിട്ട് ഫുഡുണ്ട്. ഒത്തിരി കല്യാണത്തിന് പോയിട്ടുള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്നത്? ആ കല്യാണം നടക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയില്ലേ? 1 മണിക്കൂർ കഴിയുമ്പോൾ വിവാഹ ശുശ്രൂഷ കഴിയും. പിന്നീട് ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, ഫ്രൂട്ട് സലാഡ്. എത്ര നല്ല ഡെലീഷ്യസ് ഫുഡുണ്ട്. അല്ലെങ്കിൽ തന്നെ അനൗൺസ് ചെയ്യും, വിവാഹ ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു, എല്ലാവരും ആഹാരം കഴിച്ചിട്ട് പോകാവും. അത് അടുത്ത ഓഡിറ്റോറിയം, ഒന്ന് അപ്പർ അല്ലെ ലോവർ. പിന്നെ കൊട്ടാരക്കരയിൽ നിന്ന് വന്നവർ ഇരുന്നിട്ടേ പന്തളംകാരിരിക്കാവേ എന്ന് പറയുന്നത് പോലെ കലാപരിപാടി. മോഷ്ടിച്ച വെള്ളം, ഒളിച്ച് അപ്പം കഴിഞ്ഞിട്ടൊരു ആഹാരമുണ്ട്. അതെവിടാ? ഏത് ഓഡിറ്റോറിയത്തിലാ? അടുത്ത വാക്യം, സദൃശവാക്യം 9:18 വായിച്ചേ. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിലിരിക്കുന്നു എന്നും. വിരുന്നുകാർ എവിടാ? പാതാളത്തിന്റെ ആഴത്തിലിരിക്കുന്നു എന്നും അവൻ അറിയുന്നില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാനുള്ള അനൗൺസ്മെന്റ് പോലെ ഈ അവിഹിത ബന്ധങ്ങൾ കഴിഞ്ഞിട്ടൊരു അനൗൺസ്മെന്റ് ഉണ്ട്. കലാപരിപാടികൾ പൂർത്തിയായിരിക്കുന്നു, എല്ലാവരും ആഹാരം കഴിച്ചിട്ട് പോകാവില്ലേ. മോഷ്ടിച്ച് വെള്ളം കുടിച്ചവർ ആദ്യം കയറണം, പിന്നെ ഒളിച്ചപ്പം തിന്നവർ കയറാവും. എവിടെയാ? ഇത് താഴെയാണ്. താണ് അധോ ലോകത്തിൽ. ഇവിടെ എന്താ വായിച്ചത്? പാതാളത്തിൻ്റെ ആഴത്തിൽ ചെന്നപ്പോഴാണ്. അതറിയാമെന്ന് നീ പോകണ്ട, അങ്ങ് കൊണ്ടുപോകും. അവിടെ എലിവേറ്റർ, താഴോട്ട് പോകുന്നൊരു എലിവേറ്റർ ഉണ്ട്. താഴോട്ട് അങ്ങ് പോകുമ്പോഴാണ് ലൈറ്റ് ഓൺ ചെയ്യാൻ പറയുമ്പോഴാണ് ഒരാൾ വന്ന് പറയും, മക്കളെ ഇവിടെ ഇല്ല, പവർ കട്ടാ. എന്നാ പറ്റി? എന്ന് വരും? അത് വരത്തില്ല മക്കളെ. പിന്നെ ഇച്ചിരി വെള്ളം താ. മക്കളെ ഇല്ല. എന്നാ പറ്റി? വാട്ടർ സപ്ലൈ ഇല്ല. അതെപ്പോൾ വരും? വരത്തില്ല. മനസ്സിലായി? എപ്പോഴും ഒരു ശബ്ദം കേൾക്കും. നിന്നെ പോലെ ഭർത്താക്കന്മാരെ വഞ്ചിച്ച ഭാര്യമാരെ വഞ്ചിച്ച ഭർത്താക്കന്മാർ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട നിലവിളി കേൾക്കും. കൂട്ട നിലവിളിയാകട്ടെ. ഇവിടെ ഇപ്പം നീ ഇരുന്ന് കരഞ്ഞാൽ ആരെങ്കിലും ഓടി വന്ന് ചോദിക്കുക, എന്താ മോനെ കരയുന്നു, എന്താ മോളെ കരയുന്നു? പക്ഷെ അതോ ലോകത്തിൽ ഒറ്റ മനുഷ്യൻ ചോദിക്കാത്ത കാരണം അവിടെ കൂട്ടക്കരച്ചിലാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ കള്ളക്കഥ പറയുകയല്ല. ആകാശം മാറും, ഭൂമി മാറും, ഈ വചനത്തിന്റെ വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുകയില്ലെങ്കിൽ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇന്ന് രാത്രി സുപ്രസാദകാലം മക്കളെ, ദുർനടപ്പ് വിട്ടോടുക, വ്യഭിചാരം വിട്ടോടുക. ആഭിചാരം, വ്യഭിചാരം, ചാരപാപങ്ങൾ ഒറ്റ തെളിവുമില്ലെങ്കിലും
പട്ടാപ്പകല് പോലെ വരുമെന്ന് യഹോവയുടെ പുസ്തകത്തിൽ പറയുന്നു. ഇതേപോലെ സ്വർഗഭോഗികൾ ഇതാ വർദ്ധിച്ചു വന്ന സോദോമ്യ പാപത്തിലേക്ക് വന്നിരിക്കുകയാണ്. വന്നു ഇറങ്ങൂ എന്നിട്ട് ലോത്ത് നിൽക്കുക. പോണോ പോണ്ടായോ പോണോ പോണ്ടായോ. അവൻ താമസിച്ചപ്പോൾ ഉൽപ്പത്തി 19:15-16 അവൻ താമസിക്കുക. ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി താമസിച്ച് തീരുമാനിക്കാം കേട്ടോ. പക്ഷെ ചില കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനം എടുക്കണം. ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ആരെങ്കിലും അത് കണ്ടു ബട്ടർലി വേഴ്സ് ചിക്കന് ചൊപ്പടി വാർത്തയും കേട്ടപ്പോൾ പെട്ടെന്ന് കിടന്ന് ചാടരുത്. പെയിൻ്റ് അടിച്ച കളർ പോലെയുള്ളൂ സൗന്ദര്യം. പെയിൻ്റാ മക്കളെ, ആ പെയിൻറ്റ് പോവും. പിന്നെ നീ കിടന്ന് വിഷമിക്കും. അതുകൊണ്ട് ഈ ആലോചന ദൈവത്താൽ വരികയാണോ? എനിക്ക് വേണ്ടി ദൈവം തന്നെ ക്രമീകരിച്ച യുവാവാണോ യുവതിയാണോ? ആലോചിക്കൂ, പ്രാർത്ഥിക്കൂ, ദൈവഹിതം ആരായൂ. നോ എന്ന് പലപ്പോഴും പറയാം, യെസ് എന്നൊറ്റ ആലോചനയ്ക്ക് പറയാവുള്ളൂ. ആലോചിച്ച് മാത്രമേ വിവാഹത്തിന് വാക്ക് കൊടുക്കാവൂ. വളരെ പ്രാർത്ഥിച്ച് ദൈവഹിതം അറിയണം. ഇനി ഒരു വീട് വെക്കണമെങ്കിൽ ഓടിച്ചു നിങ്ങൾ തറക്കല്ലിടരുത്. ആ വസ്തു ആരുടെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. വല്ലവൻ്റെ വസ്തുവിനകത്ത് കൊണ്ടുപോയി കല്ലിടല്ല കേട്ടോ. പിന്നെ നിൻ്റെ പേരിലായോ, ഫ്രീ ഹോൾഡായോ, അതിൻ്റെ പ്ലാനിങ് നടക്കണം. എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, കോൺട്രാക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ് കൺസൾട്ട് ചെയ്യണം. ആ നാട്ടുകാരുമായി അക്സെപ്റ്റ് ചെയ്യണം. ഇതെല്ലാം പ്ലാനും അപ്രൂവ് ചെയ്യണം. അതിനുശേഷം സ്ലോലിയെ വീട് വെക്കാൻ തുടങ്ങാവും. വിവാഹം, വീട് വെക്കൊക്കെ വളരെ സ്ലോ സ്റ്റെപ്പ് എടുത്താൽ മതി. പക്ഷെ ചിലത് പെട്ടെന്ന് സ്റ്റെപ്പ് എടുക്കണം. ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാരിക്ക് തീ പിടിച്ചു. അന്നേരം എങ്ങനെയാണെന്നാ ഈ തീ ഉണ്ടായത് മോനെ, ബാടാ ജോമെട്രി ബോക്സ് ഒന്ന് കൊണ്ടുവന്നേടാ, ഒന്ന് അളക്കട്ടടാ. ഇങ്ങനെ സ്ലോലി കൊച്ചമ്മേ അപകടം സംഭവിക്കല്ലേ. തീ കത്തുമ്പോൾ ഉടനെ അത് അവസാനിക്കണമെങ്കിൽ ആശയം മനസ്സിലാക്കിയോ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ഒരു വലിയ തീപ്പൊയ്യിൽ തള്ളിയിടുമെന്ന് വചനം പറയുന്നു. ആത്മരക്ഷ നീ പ്രാപിച്ചില്ലെങ്കിൽ തീപ്പൊയ്യാണ് മക്കളെ. ആ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് രാത്രി തന്നെ നീ ഒരു തീരുമാനം എടുക്കണം. അകത്ത് പുറത്തു നിൽക്കുന്നു ആ തീരുമാനം സ്ലോലി ഗ്രാജുവലി ഡീലാ ഇങ്ങനെ എടുത്താൽ പോരാ, ഉടനെ എടുക്കേണ്ടത്. 2ാം ലോകമഹായുദ്ധ കാലത്ത് ജർമ്മനി ലണ്ടൻ നഗരത്തിൽ ബോംബ് വർഷിപ്പിക്കുക. സൈറൺ മുഴങ്ങുകയാണ്. എന്തിനാ? ബോംബ് വീഴുമ്പോൾ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്നതാണ്. അപ്പോഴൊരു അമ്മച്ചി അവിടെ കിടന്ന ചരിത്രം ക്രോസ് ആൻഡ് ക്രൗൺ മാസികയിൽ രാജസ്ഥാനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മാസിക ഞാൻ വായിച്ചു ചില വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഒരു അമ്മച്ചിക്ക് ലോകമഹായുദ്ധം അറിഞ്ഞുകൂടാ, ബോംബ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, പിന്നെ സൈറൺ അറിഞ്ഞുകൂടാ. അമ്മച്ചിയുടെ അടുക്കൽ ഒരു കൊച്ചു ചെറുക്കൻ 10 വയസ്സുള്ള ഒരു കൊച്ചു ബാലകൻ പറഞ്ഞു, മമ്മി അമ്മച്ചി എഴുന്നേക്ക്, എന്താ ബോംബ് വീഴുക, ഞാൻ എന്തോ വേണം, വാ ഇവിടെ കിടന്നാൽ നശിച്ചു പോകും, എൻ്റെ കൂടെ വാ, പെട്ടെന്ന് നമുക്ക് വേറെ ഇടത്തോട്ട് പോകാം. അമ്മച്ചിയെ എഴുന്നേൽപ്പിച്ചു. പക്ഷേ കട്ടിൽ എഴുന്നേറ്റെങ്കിലും മുറിവിടുന്നില്ല. ഓരോ മൂലയിലും മുക്കിലും ഇങ്ങനെ പരതി നടക്കുക. ആ ചെറുക്കൻ ദേഷ്യം, അമ്മ എന്തേ നോക്കുന്നത്? മോനെ, ഇന്നലെ രാത്രി ഞാൻ എൻ്റെ പല്ലെടുത്തൊരു മഗ്ഗിനകത്ത് വെച്ചടാ, അത് നോക്കുക. ആ ചെറുക്കൻ പറഞ്ഞു, അമ്മേ ആകാശത്ത് നിന്ന് ചപ്പാത്തിയല്ല വീഴുന്നത്, ബോംബാ വീഴുന്നത്. മോനെ ദാന്ത് ചോടോ ജാൻ ബച്ചാവോ. ഇതല്ലേ ഇന്ന് നടക്കുന്ന. എത്ര ദിവസം കൊണ്ട് നീ പ്രസംഗം കേൾക്കുന്നു, വരുന്നവനെയായി വിധി. അപ്പോൾ എന്ത് തിന്നും എന്ത് കുടിക്കും, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് പരതി നടക്കുന്ന ലോകമേ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ആത്മാവിൻ്റെ രക്ഷയാണ്. എത്ര പേർക്കത് വിശ്വാസമുണ്ട്? പാപത്തെ വിട്ടോടുവാൻ ന്യായവിധിക്ക് മുൻപേ എരിയുന്ന തീയിൽ നീ കിടന്ന് കണ്ണുനീരും കരച്ചിലുമായി കഴിയാതിരിപ്പാൻ ഇന്ന് കരുണയുള്ള അപ്പച്ചൻ നിന്നെ മാടി വിളിക്കുകയാണ്. വരൂ 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 വരൂ. ആ വിളി കേട്ടവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കുഞ്ഞെ അകത്തായാലും പുറത്തായാലും നീ നോക്കൂ, ന്യായവിധിക്ക് മുൻപേ നീ രക്ഷ പ്രാപിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എന്താ ലോത്തിനെ തളച്ചിട്ടത്? പോണോ പോണ്ടായോ, താമസിക്കുന്നു. ലിങ്കറിങ് എന്നൊരു പദമാ. പോണോ പോണ്ടായോ. കാരണം അവൻ നേടിയ സമ്പത്തിനോടുള്ള ആഗ്രഹമാണ്, ദ്രവ്യാഗ്രഹം. അത് വിട്ടോടാനാണ് അവന് കഴിയാതിരിക്കുന്നത്. അതിവിശുദ്ധ തിരുവെഴുത്തുകളിൽ നിരവധി പാപങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ റൂട്ട് ഓഫ് ഓൾ ഈവിൾ, സകലവിധ ദോഷത്തിന് മൂലമെന്ന് പറയുന്ന ഒറ്റ പാപമേ ഉള്ളൂ. ബൈബിൾ അറിയാവുന്നവരത് പറഞ്ഞാട്ടെ. യെസ്, ദ്രവ്യാഗ്രഹം. ചില വിചാരിക്കുന്ന ദ്രവ്യമാണ്, ഇച്ചിരി പണമുണ്ട് ഇതാ പാപം. അല്ല മക്കളെ, സകല ദൈവദാസന്മാരും ദാസിമാരും ദൈവമക്കളും പട്ടിണി പാപങ്ങളും ദരിദ്രവാസികളുമായിരിക്കണമെന്ന ചിലരുടെ വേദപുസ്തകത്തിൽ. അങ്ങനല്ല ഈ വേദപുസ്തകത്തിൽ. മനസ്സിലായോ? ആമേൻ. 112 സങ്കീർത്തനം ഓർമ്മയുണ്ട് എന്ന് പറയും. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പിന്നെ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. പിന്നെ ഐശ്വര്യവും സമ്പത്ത് ഉറച്ചു പറ അവൻ്റെ. ഇനി മുമ്പോട്ട് നോക്കിയേ, 84 സങ്കീർത്തനം 11 വാക്യം. നേരോടെ നടക്കുന്നവർക്ക്
അവനൊരു നന്മ. ഇനി പുറകോട്ട് നോക്കിയേ, 23 സങ്കീർത്തനം 6 വാക്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. മുകളിലോട്ട് നോക്കിയേ, 31 സങ്കീർത്തനം 19 വാക്യം, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ. ഇനി താഴോട്ട് നോക്കിയേ, 27 സങ്കീർത്തനം 13 വാക്യം, ഞാൻ ജീവൻ ഉള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഇനി ചുറ്റും നോക്കിയേ, 34 സങ്കീർത്തനം 10 വാക്യം, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ. എൻ്റെ മക്കളെ, നേരെ ചൊവ്വേ നടന്നാൽ നന്മയ്ക്കകത്ത് നിന്നെ സ്നാനപ്പെടുത്തും മക്കളെ. മുകളിൽ സംഗ്രഹിച്ച നന്മ, താഴെ പൊങ്ങുന്ന നന്മ, പിൻപിൽ അനുഗമിക്കുന്ന നന്മ, മുൻപിൽ മുടങ്ങാത്ത നന്മ, ചുറ്റിലും പൊതിയുന്ന നന്മ. ഇനി വാതുറക്ക്, 103 സങ്കീർത്തനം 5 വാക്യം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കൊണ്ട് അവൻ നിന്റെ വായിൽ നന്മ നിറച്ചെങ്കിൽ വാ തുറന്നൊരു അല്ലേലിയ പറയണം. എന്താ എത്ര മടി? കൈ അടിച്ചോണ്ട് പാടിയേ, ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നോ പരിചയ. ഓ ദൈവം വർക്കും വല്ലവൻ, തൻ മക്കൾക്കെന്നോ ഒന്നും മുടക്കുകയില്ല, നേരാ നടപ്പവർക്ക്. യെസ്, നന്മ ഒന്നും മുടക്കുകയില്ല. നേരോടെ നടക്കുന്നവർക്ക് മുൻപിലും പിൻപിലും മുകളിലും താഴെയും ചുറ്റിലും വായിലും നന്മ നിറയ്ക്കും. പക്ഷേ കള്ളക്കണക്കെഴുതി, കള്ളയൊപ്പിട്ട്, കള്ളത്തരം പറഞ്ഞ്, വഞ്ചന കാണിച്ച്, റോങ് റിപ്പോർട്ട് എഴുതി, പാപത്തിൽ അകപ്പെട്ട് നിന്നെ തന്നെ വിറ്റ് ഉണ്ടാക്കുന്ന പണം നിനക്കും നിന്റെ സന്തതിക്കും ഭൂഷണമല്ലെന്ന് ഈ പുസ്തകം ഉയർത്തി ഞാൻ പ്രസ്താവിക്കട്ടെ. മോനെ, മോളെ, അശോക ചക്രത്തിൻ്റെ വിസിബിൾ സീൽ, ദൃശ്യമുദ്ര നിന്റെ പോക്കറ്റിലെ പണത്തിലുണ്ട്, ബാഗിനകത്ത് വെച്ചേക്കുന്ന പണത്തിലുണ്ട്, FD ഇട്ടേക്കുന്ന പണത്തിലുണ്ട്, SBTയിലെ പണത്തിലുണ്ടല്ലേ. എന്നാൽ സ്തോത്രം, അതിനപ്പുറത്തൊരു ഇൻവിസിബിൾ സീൽ, അദൃശ്യ മുദ്ര കൂടെ വേണം. എന്തുവാ? ഹോളി അണ്ടു ദ ലോർഡ്, യഹോവയ്ക്ക് വിശുദ്ധം. അതൊരു അദൃശ്യ മുദ്രയാ. യഹോവയ്ക്ക് വിശുദ്ധമല്ലാത്ത ഒറ്റ പണവും പോക്കറ്റ് കൊണ്ട് നടക്കല്ലേ, പേഴ്സിൽ കൊണ്ട് നടക്കല്ലേ, ലേഡീസ് ബാഗിനകത്ത് കൊണ്ട് നടക്കല്ലേ, FDയിൽ ഇടല്ലേ, SBT ഇടല്ലേ, കാനറ ബാങ്കിൽ ഇടല്ലേ, തലയനയുടെ കീഴ് വെക്കരുതേ, ദയവായി സ്തോത്രാഴ്ച പാത്രത്തിലും ഇടല്ലേ. യഹോവയ്ക്ക് വിശുദ്ധമായ പണം മാത്രം മതി, എങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി തന്നെയാണ്. നിരവധി മാരക പാപങ്ങളിൽ വീണിട്ടുള്ള ആളുകൾ അനുദപിച്ച് പൊരിച്ചെടുത്ത് യഥാസ്ഥ അതിനുശേഷം ശിക്ഷ സ്വീകരിച്ച ശേഷം മടങ്ങി വന്ന ചരിത്രം ബൈബിളിലുണ്ട്, അറിയാമോ? പക്ഷേ ദ്രവ്യാഗ്രഹത്തിൻ്റെ നീർച്ചുഴിലകപ്പെട്ട ഒറ്റ പുരുഷനോ ഒറ്റ സ്ത്രീയോ തിരിച്ചു വന്ന ചരിത്രം ബൈബിളിലില്ല, അറിയാമോ? സുനേത്രൻ, പവിഴനിറം പ്ലസ് കോമളരൂപിയായ ദാവീദ് തൻ്റെ കണ്ണിൻ്റെ കേടുകൊണ്ട് അസ്ഥാനത്ത് കണ്ണ് പതിച്ചത് കൊണ്ട് മാരകമായ 3 പാപങ്ങൾ ചെയ്തു. പിന്നെ ഫലമെന്താ? അവൻ്റെ കണ്ണ് പൊട്ടി, കണ്ണിൽ നിന്ന് നീർച്ചാൽ ഒഴുകി, ബെഡ്ഷീറ്റ് നനഞ്ഞു, തലേണ നനഞ്ഞു, കട്ടിൽ നനഞ്ഞു. 6 സങ്കീർത്തനം. 38 സങ്കീർത്തനം, എൻ്റെ കണ്ണിൻ്റെ വെളിച്ചം എനിക്ക് ഇല്ലാതെയായി, പിന്നെ എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞു. എന്തുവാ അത്? ഒരു ഗുപ്തരോഗം, ഒരു മനുഷ്യനോട് പറയാൻ കൊള്ളില്ലാത്ത ഒരു വൃത്തികെട്ട അസുഖം. അരയിൽ വരൾച്ച നിറഞ്ഞു, പിന്നെ നെഞ്ചിടിച്ചു, വശം കെട്ടു, പൊരിച്ചെടുത്തെങ്കിലും അതിനുശേഷം സ്വർഗത്തിലെ അപ്പച്ചൻ ആ പാപമെല്ലാം ക്ഷമിച്ചു 10-70 സങ്കീർത്തനം ഉണ്ടാക്കി അവൻ മടങ്ങി വന്നു. ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് ആചരിച്ച കോരിന്ത്യയിലെ ദുഷ്ടനെ സഭയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അടുത്ത ലേഖനത്തിൽ പറയുന്നു, മതി, അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ശിക്ഷ മതി, ഇനിയും അവൻ അതിദുഃഖത്താൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് അവനെ നിങ്ങൾ ചേർത്തുകൊള്ളൂ. യേശു കർത്താവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസ് ഉപദേശി അതിദുഃഖത്തോടെ കരഞ്ഞു. അവൻ അതിശ്രേഷ്ഠ അപ്പോസ്തലനായി മടങ്ങി വന്നില്ലേ? അഹങ്കരിച്ച നെബൂഖദ്നേസറിന്റെ ബുദ്ധി 7 കൊല്ലത്തേക്ക് പോയി, പക്ഷേ 7 കൊല്ലം കഴിഞ്ഞ് അവന് ബുദ്ധി മടങ്ങി വന്നില്ലേ? ചെവി തുറന്ന് കേൾക്കു കുഞ്ഞേ. അഹങ്കരിച്ച നെബൂഖദ്നേസറിന്റെ ബുദ്ധി മടങ്ങി വന്നു, പത്രോസ് ഉപദേശി മടങ്ങി വന്നു, കോരിന്ത്യയിലെ ദുഷ്ടൻ മടങ്ങി വന്നു, ദാവീദ് രാജാവ് മടങ്ങി വന്നു. ഇങ്ങനെ എത്ര ഭീകര നികൃഷ്ട പാപങ്ങളിൽ വീണവർ ശിക്ഷ സ്വീകരിച്ച ശേഷം അവർ മടങ്ങി വന്ന ചരിത്രമുണ്ട്. പക്ഷേ പണം 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 പണമേ ശരണം. അതിനകത്ത് വീണ ദ്രവ്യാഗ്രഹത്തിന് നീർച്ചുടിയിൽ വീണ ഒറ്റ പുരുഷനോ
ഒറ്റ സ്ത്രീയോ മടങ്ങി വന്നതായി ഈ പുസ്തകത്തിലില്ല. അറിയാമോ? മിസ്സസ് ലോത്ത് പോയി, തിരിച്ചു വന്നില്ല. ആഖാൻ പോയി, തിരിച്ചു വന്നില്ല. ഗേഹാസി പോയി, തിരിച്ചു വന്നില്ല. ദേമാസ് പോയി, തിരിച്ചു വന്നില്ല. അനന്യ സപ്പീറ പോയി, തിരിച്ചു വന്നില്ല. യൂദ ഇസ്കരിയത്ത പോയി, തിരിച്ചു വന്നില്ല. നീയും പൊയ്ക്കോ, തിരിച്ചു വരത്തില്ല മക്കളെ. എന്നാൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നത് മതിയെന്ന് നിശ്ചയമുള്ളവർ മാത്രം കൈപൊക്കി ഒരു സ്തോത്രം ചെയ്തിട്ട് ഹല്ലേലൂയ ഒന്ന് കൈയടിച്ചെന്ന് പാടാമോ? ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി ഒന്ന് ഉറച്ചു പാട്. ആടി വിളിച്ചാൽ യേസ് ലോക സുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിച്ച സുന്ദരന മനോഹര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല? മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. യേസ് മണ്ണെ പ്രതി മാണിക്യം വെടിയു. ഹല്ലേലൂയ. ലോത്തേ സോദോം വിടാൻ താമസം ഇതാണ്. ഇന്നൊരു നഗരം വിടുകയല്ല, നഗരത്തിൻ്റെ പാപം വിട്ടോടുവാൻ ദൈവാത്മാവ് തന്നെ ബുദ്ധി പറയും. സമസ്ത ലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. ഒരു നഗരം വിട്ട് വേറെ നഗരത്തിൽ പോകാനല്ല ഇന്നത്തെ നമ്മുടെ പ്രസക്തി. സ്വർഗഭോഗം, ജഡമോഹം, അഭിലാഷം, ഇങ്ങനെയുള്ള സോദോമ്യ പാപങ്ങൾ മുഴുവനും വിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടണം. താമസിക്കരുത്. മെയ്ക്ക് ഹേസ്റ്റ്, അതാണ് എൻ്റെ തീം. എന്നെ താമസിപ്പിക്കരുതെന്ന് പറഞ്ഞ മറ്റൊരാളെ കാണണം. ഉൽപ്പത്തി പുസ്തകം തന്നെ 24-ാമത്തെ അധ്യായം 55-56 വായിക്കൂ. ഉൽപ്പത്തി 24-ന്റെ 55-ഉം 56-ഉം. യെസ് ലോർഡ്, ഹല്ലേലൂയ. അതിന് അവളുടെ സഹോദരനും അമ്മയും ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോട് കൂടെ പാർത്തിട്ട് 10 ദിവസമെങ്കിലും ബാല ഞങ്ങളോടുകൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എലയാസാർ അവൻ അവരോട് എന്നെ താമസിപ്പിക്കരുതേ, യഹോവ എന്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നു. യഹോവ എന്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുവല്ലോ. മതി. അബ്രഹാമിന്റെ കൂടാരത്തിന് ഒരു എലയാസാർ പോവുകയാണ്. എന്തിനാ? ഇസഹാക്ക് എന്ന യുവാവിന് വേണ്ടി ഒരു മണവാട്ടിയെ കൊണ്ടുവരാനായിട്ടാണ്. അവൻ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ യജമാനന് ഭാര്യയായിരിക്കേണ്ടവൾ ആരാണ്? നീ എനിക്ക് കാണിച്ചു തരണമേ. ഇച്ചിരി കുടിക്കാൻ തരുമോ ചോദിക്കുമ്പോൾ, കുടിക്കൂ, നിന്റെ ഒട്ടകങ്ങൾക്കൂടെ കോരിക്കൊടുക്കെന്ന് പറയുന്ന യുവതിയാകട്ടെ അപ്രതീക്ഷിതമായ സമയത്ത് വീട്ടിൽ കയറി വന്ന അതിഥികളെ നന്നായിട്ട് സ്വീകരിച്ച ഒരു അപ്പച്ചൻ്റെ വീട്ടിലല്ലേ മരുമോൾ കയറി വരേണ്ടത്? അവർക്ക് ഇഷ്ടം പോലെ കൊടുത്തില്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മരുമോളല്ലേ ഇതിനകത്ത് വരേണ്ടത്? യെസ് ലോർഡ്. അങ്ങനെ നിൽക്കുമ്പോൾ റിബേക്ക വരുന്നു. ഇച്ചിരി കുടിക്കാൻ തരുമോ? യെസ്, കുടിക്കൂ, ഒട്ടകങ്ങൾ കോരിക്കൊടുക്കൂ. അവൻ അവളെ ഉറ്റുനോക്കി. യഹോവ തൻ്റെ യാത്ര സഫലമാക്കി എന്ന് പറഞ്ഞു. ഇസഹാക്കിനെ കുറിച്ചുള്ള സമ്പൂർണ്ണ ചിത്രം കൊടുത്തു. അവൾ പോകുവാൻ തയ്യാറായി. അപ്പോൾ വീട്ടുകാർ പറയാ, അയ്യോ പ്ലീസ് ഒരു 10 ദിവസം കൂടെ കഴിയട്ടെ, പിന്നെ പോകാം. എലയാസാർ പറയുന്നു, എന്നെ താമസിപ്പിക്കരുതേ. സ്തോത്രം. ഇതൊരു വലിയ യാഥാർത്ഥ്യത്തിന് നിഴല് ചൂണ്ടുക. അറിയാമോ? ഈ അബ്രഹാം ആര്? പിതാവായ ദൈവത്തിൻ്റെ നിഴൽ. ഇസഹാക്കാര്? തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു എന്ന നമ്മുടെ ആത്മമണവാളന് നിഴൽ. ഈ റിബേക്ക ആര്? ക്രിസ്തു എന്ന ഏക പുരുഷനെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല കന്യകയാണ്. എങ്കിൽ അവളെ ഒരുക്കുന്ന എലയാസാർ ആര്? ഈ രാത്രി നമ്മുടെ നടുവിൽ പറന്ന് നടക്കുന്ന പരിശുദ്ധാത്മാവെന്ന തങ്കപ്രാവ് തന്നെ. വേഗമാകട്ടെ വേഗമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ സാത്താൻ്റെ തന്ത്രമാണ്, വേണ്ട ഇന്ന് വേണ്ട നാളെ മതി. മിൽട്ടൺ സാഹിബിൻ്റെ ഭാഷയിൽ അധോലോക പരദീസ, പേര് പാൻഡമോണിയം, നടന്ന ഒരു എമർജൻസി ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് എവിടെയോ വായിച്ചതോർക്കുന്നു. പിശാചുക്കളുടെ സമ്മേളന സ്ഥലമാകുന്ന പാൻഡമോണിയത്തിൽ അടിയന്തരമായി പിശാചുക്കളുടെ ഒരു ജനറൽ ബോഡി നടക്കുക. അധ്യക്ഷൻ ലൂസിഫർ. അങ്ങനെ എല്ലാവരും വന്നു. സെക്രട്ടറി റിപ്പോർട്ട് വായിക്കുന്നു, ട്രഷറർ അക്കൗണ്ട് വായിക്കുന്നു. എല്ലാം അജണ്ട എന്തുവാ? മനുഷ്യനെ എങ്ങനെ നരകത്തിൽ കൊണ്ടുവരാം? നരകത്തിൽ ഓരോരുത്തരെ പറയാൻ തുടങ്ങി. ഒരു കൊച്ചു പിശാച് എന്ന് പറഞ്ഞാൽ കുട്ടി പിശാച് എഴുന്നേറ്റ് പറഞ്ഞു, നമുക്ക് നിരീശ്വരവാദം പ്രചരിപ്പിക്കണം. ദൈവമില്ല, സ്വർഗമില്ല, ഭൂതമില്ല, പിശാചില്ല, നരകമില്ല, മരണാനന്തര ജീവിതമില്ല, തിന്നുക, കുടിക്കുക. ഇങ്ങനെ നാസ്തിക ചിന്തകൾ കടത്തിവിട്ടാൽ ക്രിസ്ത്യാനിത്വം ക്ഷയിപ്പിക്കാം. അധ്യക്ഷൻ പറഞ്ഞു, പറ്റുകയില്ല. നമ്മൾ എത്ര നാളത് നോക്കി, എത്ര
എത്രമാത്രം നമ്മൾ പ്രചരിപ്പിക്കുന്നു അതിനേക്കാൾ കൂടുതൽ യഹോവയുടെ വചനം പോവുകയാണ്. ആയിരങ്ങൾ വചനം കേൾക്കുന്നു. അവനവിടെ ഇരുന്നു. കുറച്ചുകൂടെ സീനിയർ ഒരു പിശാച് പറഞ്ഞു, നമുക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാം, ഇടിക്കുക, അടിക്കുക, ചവിട്ടുക, തൊഴിക്കുക, ചുടുക, ഇങ്ങനെ പീഡ വരുമ്പോൾ ഇവർ പോകത്തില്ല. അപ്പോൾ അധ്യക്ഷൻ പറഞ്ഞു, അതിലും മിസ്റ്റേക്കാ. എവിടെല്ലാം ക്രിസ്ത്യാനിയുടെ തല തകർത്തോ അവിടെയൊക്കെ പുതിയ സഭകൾ ഉണ്ടായിട്ടേ ഉള്ളൂ. ഈ പുറന്തോട് പൊട്ടിയാലും ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെ പലതും പറഞ്ഞ് നിശബ്ദരായിരിക്കുമ്പോഴാണ് ഏറ്റവും സീനിയർ മോസ്റ്റ് ഡെവിൾ എന്ന് പറഞ്ഞ മൂതു പിശാച് എഴുന്നേറ്റു. എന്ന സഹോദരങ്ങളെ, എനിക്കൊരു വഴിയുണ്ട്. ഞാൻ പറയട്ടെ, പറഞ്ഞുകൊണ്ടാണ്ട് ഞാൻ ആളുകളെ കൊണ്ടുവരും. മോനെ ബാ, മോളെ ബാ, ഇത് നിന്നോടാ, ഞാൻ കൊണ്ടുവരും, അകത്ത് കയറ്റി അവിടെ ഇരുത്തും. ഇത് നിന്നോടാണ് മോനെ, നിന്നോടാണ് മോളെ, നിന്നോടാണ്. ഞാൻ പ്രസംഗത്തിന് വേണ്ടി എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും. ഏറ്റവും ഒടുവിൽ പ്രസംഗൻ പറയും, ഇന്ന് യേശുവിനെ സ്വീകരിപ്പാൻ തയ്യാറുള്ളൊരു കൈവക്കാൻ പറയുമ്പോൾ ഞാൻ കയ്യിലോട്ട് പിടിച്ചിട്ട് പറയും, മോനെ ഇത് അടുത്ത വർഷത്തെ കൺവെൻഷനും മതി, ഇപ്പം വേണ്ട, ഇടും. അടുത്ത കൊല്ലവും വരും. ഇതുപോലെ കൊണ്ടുവന്നിട്ട് കേൾപ്പിച്ചിട്ട് തീരുമാനം ചെയ്യേണ്ട സമയത്ത് ഞാൻ പറയും അടുത്ത കൊല്ലം മതി. അപ്പോഴാണ് അധ്യക്ഷൻ കൈയടിച്ച് പറഞ്ഞ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, അല്പത്തിൽ നീ വിശ്വസ്തൻ, അധികത്തിൽ വിചാരകൻ. ആ പിശാചുക്കൾ 4 ദിവസം കൊണ്ട് ആനന്ദപ്പള്ളി ചുറ്റി നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി അതിനെ ജയിക്കാൻ തയ്യാറുള്ളവരെല്ലാം ഉറച്ചൊരു ഹല്ലേലൂയ പറഞ്ഞ്, പിശാചേ ഇല്ല, ഇന്നാണ് എൻ്റെ ദൈവം ഒരുക്കിയ ദിവസം. ദൈവത്തിന് സ്തോത്രം. നാളെയല്ല. പിടിച്ച് പിറകോട്ട് വലിക്കുന്ന ശക്തിയെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ എലയാസാറിന്റെ ശബ്ദം, എന്നെ താമസിപ്പിക്കരുതേ. സോദോം വിടുവാൻ, ദ്രവ്യാഗ്രഹം വിടുവാൻ, സോദോമെ പാപം വിട്ടു നീ ഇറങ്ങാൻ താമസിക്കല്ലേ. 2, സ്വഭവനം. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായിക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അങ്ങനെ ഉത്തമമായത് ലഭിക്കുമ്പോൾ ശാരീരിക ബന്ധങ്ങളെ വിച്ഛേദിക്കേണ്ടി വരുമെന്ന് നിനക്കറിയാമോ? നൊന്ത് പ്രസവിച്ച അമ്മയും ലാളിച്ചു വളർത്തിയ അപ്പച്ചനും ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട സഹോദരനും ഉഭയസമ്മതം ചെയ്ത ഭർത്താവും ഭാര്യയും കല്ലറയുടെ കവാടത്തിൽ 2 തുള്ളി കണ്ണുനീരൊഴുക്കി നിന്നെ കൈവിടും. പിന്നീട് അവർ നിന്റെ കൂടെ വരികയില്ല. കേട്ടോ, ഭൂലോകത്തിലെ സകല ബന്ധങ്ങളും ഒരു കല്ലറയിൽ ശ്മശാനം കൊണ്ട് അവസാനിക്കും. പക്ഷേ ഈ ലോകം കൊണ്ട് അവസാനിക്കാത്തൊരു ബന്ധമുണ്ട്. നിത്യത വരെ നിലനിൽക്കുന്ന ആത്മീയ ബന്ധമാണെങ്കിൽ ആ ബന്ധത്തിൽ വന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മക്കളെ, ലൗകിക ബന്ധത്തെക്കാൾ ഏറ്റവും വലുതാണ് ആത്മീയ കൂട്ടായ്മ. ഉത്തമമായത് കാണുമ്പോൾ ഈ ലോകത്തിന്റെ ഭൗതിക ബന്ധങ്ങളോട് വിട്ട് ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി നീ വരണം. തുറക്കൂ പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 11-ാം വാക്യം വായിക്കൂ. പുറപ്പാട് 12:11. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം. തിടുക്കത്തോടെ. അതാണ് ഇന്ന് രാത്രി എന്റെ പ്രധാന വിഷയം. മേക്ക് ഹേസ്റ്റ്. തിടുക്കത്തോടെ അത് തിന്നേണം. അതെ, യഹോവയുടെ പെസഹ മതി. സുദീർഘ വർഷങ്ങൾ മിസ്രൈമി അടിമത്ത ചങ്ങിൽ കിടന്ന് പൊളഞ്ഞ മിസ്രൈം ഇന്ന് പുറപ്പെടേണ്ട ഇസ്രായേൽ ഇതാ പുറപ്പെടുന്ന ദിവസം ഒരു പെസഹ കുഞ്ഞാടിൻ അറുത്തു, രക്തം ചിന്തി, കട്ടളക്കാലിലും കുറുമ്പടിമേലും പുരട്ടി. 10-ാം ദിവസം വേർതിരിക്കപ്പെട്ട ഒരു കുഞ്ഞാട്, 4 ദിവസം സൂക്ഷിക്കപ്പെട്ട കുഞ്ഞാട്, ഊനമില്ലാത്ത കുഞ്ഞാട്, അതിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടും. സംഹാരദൂതൻ്റെ ആത്തിൽ വരുമ്പോൾ മൊസൈക്കാണോ, ഫ്ലോറിംഗ് ആണോ, ഡൈനിങ് ടേബിളിലുണ്ടോ, എത്ര ചെയറുണ്ട്, ആ ഓടാണോ, ഓലയാണോ, മൊസൈക്കാണോ, സിമെൻ്റാണോ, ഒന്നും നോക്കത്തില്ല. ആട്ടിൻകുട്ടിയുടെ രക്തം തളിച്ചൊന്ന് മാത്രമേ നോക്കത്തുള്ളെങ്കിൽ നീ ഏത് ഗോത്രം കുല ഭാഷയിലായാലും സ്നേഹിതരെ, ഈ ആട്ടിൻകുട്ടി ആര്? 1 കൊരിന്ത്യർ 5:7 നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു, ക്രിസ്തു തന്നെ. 10-ാം ദിവസം മുതൽ 14 ദിവസം വരെ സൂക്ഷിക്കപ്പെട്ടതുപോലെ ആദാം പാപം ചെയ്ത ദിവസം സ്വർഗത്തിലെ ആട്ടിൻകുട്ടിയെ വേർതിരിച്ചു. 4 ദിവസം അർത്ഥം 4000 കൊല്ലം സൂക്ഷിക്കപ്പെട്ടു. സന്ധ്യാസമയം അർത്ഥം ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനത്തിൽ ആ കുഞ്ഞാടറുക്കപ്പെട്ടു. ഊനമില്ലാത്ത കുഞ്ഞാടാര്? 2 കൊരിന്ത്യർ 5:21 ഹി ന്യൂ നോ സിൻ. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. 1 പത്രോസ് 2:22 അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. 1 യോഹന്നാൻ 3:6 അവനിൽ
പാപം ഇല്ല. നിസ്തുലനായ ക്രിസ്തുവിൻ്റെ നിഷ്പാപാവസ്ഥയെ ചിത്രീകരിക്കുന്ന ആയിരക്കണക്കിന് വാക്യങ്ങളുണ്ട്. പക്ഷേ 3 ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളൂ. 1 പാപം അറിയാത്തവൻ, 2 പാപം ചെയ്യാത്തവൻ, 3 പാപം ഇല്ലാത്തവൻ. ഇത് ക്രിസ്തുവിൻ്റെ ത്രികാല നിഷ്പാപാവസ്ഥയാണ്. കേട്ടുകൊള്ളൂ. അനാദികാലം മുതൽ ബേത്ലഹേം വരെ അരുമനാഥൻ പാപം അറിഞ്ഞിട്ടില്ല. ബേത്ലഹേമിലെ ജനനം മുതൽ കാൽവരി ക്രൂശിലെ മരണം വരെ പ്രാണനാഥൻ പാപം ചെയ്തിട്ടില്ല. പുനരുത്ഥാനം മുതൽ ഇനി നിത്യത വരെ അവനിൽ പാപമില്ല. മനുഷ്യാവതാരത്തിന് മുമ്പ് പാപം അറിയാത്തവൻ, മനുഷ്യാവതാര കാലത്ത് പാപം ചെയ്യാത്തവൻ, മനുഷ്യാവതാരത്തിന് ശേഷം പാപമില്ലാത്തവൻ, നിത്യത മുതൽ നിത്യത വരെ നിഷ്കളങ്കനാണെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ അവന് ആമേൻ. അത് അധികം പറ്റാകില്ല. അതുകൊണ്ട് ലോകം അറിയട്ടെ, പാപിക്ക് രക്ഷകൻ യേശു മാത്രമേ ഉള്ളൂ. ആനന്ദപ്പള്ളി ദേശം അറിയട്ടെ, കേരള സംസ്ഥാനമേ, ഇന്ത്യ മഹാരാജ്യമേ, ഏഷ്യ ഭൂഖണ്ഡമേ, ഭൂസീമാവാസികളെ, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ പാപിക്ക് രക്ഷകൻ യേശു ക്രിസ്തു മാത്രം. യേശു ക്രിസ്തു മാത്രം. അവനെ ആരാധിക്കാം അല്പസമയം. താങ്ക് യു ലോർഡ്. പാപം അറിയാത്ത, പാപം ചെയ്യാത്ത, പാപമില്ലാത്ത പരമപരിശുദ്ധൻ, വിശുദ്ധ പ്രജയായി ലഭിച്ചവൻ നിന്റെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി, തലയിൽ മുൾക്കിരീടം ചൂടി, നാവണ്ണാക്കോട് പറ്റി, പുറമൊഴിവിജാലുകൾ പോലെ നീളത്തിൽ കയറിയവനായി ചുടുചാ രക്തം ചിന്തിയ ആ രക്തത്തിന് നിന്റെ പാപക്കറകളെ കഴുകുവാൻ ശക്തിയുണ്ട്. 5 സമുദ്രത്തിലെ വെള്ളം കൊണ്ട് കഴുകിയാലും ശുദ്ധമാകാത്ത നിന്റെ പാപക്കറകൾ ഡിറ്റർജൻറ്റ് കൊണ്ടും സോപ്പ് കൊണ്ടും കാരം കൊണ്ടും സമസ്ത ലോകത്തിലെ ആസിഡ് കൊണ്ടും സൂപ്പർ ഷൈൻ ഡ്രൈ ക്ലീനിങ് കൊണ്ടും വൃത്തിയാക്കുവാൻ കഴിയാത്ത പാപക്കറകളെ കഴുകിക്കളയുവാൻ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. ആ രക്തത്തിനായി ഞാൻ സ്തോത്രം ചെയ്യും. ഇന്നൊരാട്ടിൻകുട്ടി നീ കൊല്ലണ്ട. ആട്ടിൻകുട്ടി അറുക്കപ്പെട്ട് കഴിഞ്ഞു. വിശ്വാസത്താൽ നീ അത് സ്വീകരിക്കണം. ഇത്രയും പോരാ, അകത്തൊരു കാര്യം നടക്കണം. ഈ ആട്ടിൻകുട്ടിയുടെ മാംസം നിന്റെ അകത്ത് വരണം. സ്തോത്രം. ആ ക്രിസ്തു, എഫേസ്യർ 3:17 ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. അന്തരംഗത്തിൽ ക്രിസ്തു എഴുന്നള്ളി വസിക്കാത്ത ക്രിസ്ത്യാനി അല്ല. ക്രൈസ്റ്റ് പ്ലസ് ഇൻ ഈക്വൽസ് ക്രിസ്ത്യൻ. ക്രിസ്തു അകത്ത് വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. തലച്ചോറിലെ വിശ്വാസമുണ്ട്, ആന്തരിക വിശ്വാസമുണ്ട്. 15 വയസ്സുള്ള ബാലകനായിട്ടാണ് ഞാൻ വടക്കേണ്ടി പോയി. 15 ദിവസം കൊണ്ട് ഹിന്ദി പഠിച്ചു. ഓരോ ദിവസവും രാവിലെ വീട്ടും എഴുന്നേറ്റ് സുവിശേഷം അറിയാൻ അങ്ങ് പോകും. ഡൽഹി ഗ്രീൻ പാർക്കിൽ, അറിയാമോ? എൻ്റെ കാല് കുത്താത്ത ഒരു വീടും, അത് ഞാൻ അവിടെ മാത്രമല്ല, എന്നെ പരിചയമുള്ള ചിലരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എൻ്റെ സഭാശുശ്രൂഷ കാലത്തൊക്കെ. സ്തോത്രം. പാഴ്സനേജിലോ എൻ്റെ താമസം എനിക്ക് തന്നാൽ എൻ്റെ കണ്ണെത്തുന്ന സകല വീട്ടിലും എൻ്റെ കാലെത്തിയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ്. പരമാവധി അത് വിജയിച്ചിട്ടുമുണ്ട്. ചെറിയവരെന്നോ വലിയവരെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ചെരുപ്പൂത്തിയെന്നോ ബാർബറെന്നോ ഭിക്ഷക്കാരനെന്നോ പൂജാരിയെന്നോ ഒന്നുമില്ലാതെ എല്ലാവരോടും യേശുവിനെ കുറിച്ച് പറയും. യേശുവിൻ്റെ നാമം ഉയർത്തുന്നതായിരുന്നു. അപ്പോൾ ആ 15-ാമത്തെ വയസ്സിൽ ആദ്യം സുവിശേഷം അറിയിച്ചു തുടങ്ങിയപ്പോഴേ ചില വിശ്വാസികളെയും കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് ട്രാക്ട് യേശു മസി ദുനിയാമേ ആയ, യേശു ലോകത്തിൽ വന്നെന്ന് പറയുമ്പോൾ തച്ച ഹോഗ എന്ന് പറയും. നല്ലതാണല്ലോ. യേശു മസി ക്രൂസ് പർ മര, യേശു ക്രൂശി മരിച്ചെന്ന് പറയുമ്പോൾ ക്യാക്കരേഗാ മറുകയാ, കഷ്ടമായി പോയി, ചത്തുപോയല്ലോ. യേശു മസി തീസരെ ദിൻ മൃതകോ മേസെ ജീ ഉഠാ, യേശു 3-ാം ദിവസം ഉയർത്ത പറയുമ്പോൾ കമാലോകിയ, വലിയ സന്തോഷം. യേശു മസി ജൽദി അയേഗ, യേശു വേഗം വരും എന്ന് പറയും. അയേഗ അനേതോ വരട്ടെ, അവന് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ പറയും യേശു മസി പർത്തും വിശ്വാസ് കരൂ. നീ യേശുവിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ ക്യോനെ വിശ്വാസ് കരേഗ പാതിരി കബ വിശ്വാസ് കരൂ. എപ്പോഴാണ് വിശ്വസിക്കേണ്ടത്? ഞാൻ പറയും ആജ് വിശ്വാസ് കരൂ, ഇന്ന് വിശ്വസിക്കൂ. അപ്പം അവൻ പറയും ആജ് കിത്തന ബജെ, എത്ര മണിക്കാ? ഇത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അന്ന് 15 വയസ്സല്ലേ ഉള്ളൂ, രക്തം തിളച്ചിരിക്കുന്ന പറയാം. ഇടിയറ്റിനോട് ആരോ സൂചന പറഞ്ഞു, എപ്പോഴേലും വിശ്വസിക്കണം, എനിക്ക് നേരമില്ലെന്ന് പറഞ്ഞു അടുത്ത ട്രാക്ട് കൊടുക്കാൻ പോകും. അപ്പം അവനൊരു കമൻറ്റ് പറയും, कितना अच्छा लड़का है, कितना अच्छा चाल चलन है, रोज യേശു മസീഹ് ബാരെ മേ ബോൾത്താ ഹെ. എന്തൊരു നല്ല ഒരു കുട്ടിയവൻ. എല്ലാ ദിവസങ്ങളും നമ്മുടെ തെരുവിൽ കൂടെ യേശുവിനെയും കൊണ്ട് യേശുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. സഹോദര സഹോദരി, പ്രസംഗകനെ പ്രശംസിച്ചതുകൊണ്ട് കാര്യമല്ല, അനുമോദനമല്ല, അഭിനന്ദനമല്ല, അംഗീകരണമാണ് ആവശ്യം. യേശുവിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. മനസ്സിലായോ? ഒരു കുപ്പി വെള്ളം, H2O, ഹൈഡ്രജൻ ഓക്സിജൻ മിക്സ് വാട്ടർ.
അല്ലേ? തിളപ്പിക്കൂ, ഇവാപ്പറേറ്റ് ചെയ്യും, ബാഷ്പീകരണം നടക്കും, തണുപ്പിക്കൂ, ഐസ് കട്ടയാകും. പഠിച്ചു 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 പഠിച്ച് പരീക്ഷ എഴുതി വെള്ളത്തെക്കുറിച്ച് PhD എടുത്തു. പക്ഷെ നീ വെള്ളം കുടിക്കുന്നില്ലെങ്കിലോ PhD കൊണ്ട് തൊണ്ടയുടങ്ങി നീ ചാവും. പക്ഷെ PhD ഇല്ലെങ്കിലും വെള്ളം ഉള്ളിൽ ചെന്നാൽ ജീവിക്കും. ഇങ്ങനെയെങ്കിൽ യേശു കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ട് എന്താ കാര്യം? മക്കളെ, ആ കുറെ ചരിത്രം പഠിച്ച് കുരുടന് കാഴ്ച കൊടുത്തും ചെകടിന് കേൾവി കൊടുത്തും സൺഡേ സ്കൂൾ മൊത്തം പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതി 1ാം ക്ലാസ് വാങ്ങിച്ചാൽ ഒക്കത്തില്ല മക്കളെ. അത് പ്രാഥമിക പാഠം. പക്ഷെ ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കണം. എത്ര പേർക്ക് സന്തോഷത്തോട് പറയാം? എല്ലാ കുഞ്ഞുങ്ങളും, ടീനേജേഴ്സ്, ബോയ്സ്, ഗേൾസ്, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാൽ പോരാ മക്കളെ. മോന്റെ മോനും മോടെ മോളും ഇവിടെ ഉള്ളൂ. നമ്മുടെ ദൈവത്തിന് കൊച്ചുമക്കളില്ല. അങ്ങനെ ഒരു അപ്പൻ ഒന്നേ ഉള്ളൂ. അവർ ഫാദർ വിച്ചാട്ടിൻ ഹെവൻ എന്നേ പറയാവൂ. അമ്മ, ഗ്രാൻഡ് ഫാദർ വിച്ചാട്ടിൻ ഹെവൻ പറയല്ലേ? നിന്റെ വല്യപ്പൻ അവിടെ ഇല്ല കേട്ടോ. അപ്പനേ ഉള്ളൂ. മോന്റെ മോനും മോടെ മോളും ഇവിടെയുള്ളൂ. വ്യക്തിപരമായി നീ വീണ്ടും ജനിച്ചേ തീരൂ. അങ്ങനെ പ്രത്യാശയില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ തിടുക്കത്തോടെ നീ ഇത് ഭക്ഷിക്കണം. തിടുക്കത്തോടെ ഭക്ഷിക്കണം. അമ്പരചുമ്മിയായ ദേവാലയത്തിന്റെ അന്തർമന്ദിരത്തിനകത്ത് ക്രമീകരിച്ചിരിക്കുന്ന കണ്ണാടി കൂടിനകത്ത് ഈ ചവറ്റാതെ നിൽക്കുന്ന യേശുവിനെ, ആഴ്ചയിൽ ഒരിക്കൽ സ്തോത്ര കാഴ്ച സ്വീകരിച്ചുകൊണ്ട് ചിരിക്കുന്ന യേശുവിനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ആ യേശുവിനെ കണ്ടുകൊണ്ട് നമസ്കരിക്കുന്ന ക്രിസ്തീയ സഭയെ കണ്ടുകൊണ്ട് ഒരു ഹൈന്ദവ മഹാകവി പേരെ ചങ്ങമ്പുഴ ക്രിസ്ത്യാനെ കണ്ടുകൊണ്ട് പാടിയൊരു പാട്ടുണ്ട്. 2 തുട്ടേകിയാൽ ചുണ്ടിൽ ചിരി വരും, തെണ്ടിയാണോ മതം തീർത്ത ദൈവം. അറിയാമോ? 2 തുട്ടെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാവത്തില്ല, പ്രായമുള്ളവർക്ക് അറിയാം. പൈസയ്ക്കെന്ന് പറയുന്നത് 2 തുട്ടേകിയാൽ ചുണ്ടിൽ ചിരി വരും, തെണ്ടിയാണോ മതം തീർത്ത ദൈവം. മദ്യപാനം, വെറുക്കൂത്ത്, ദുർനടപ്പ്, വ്യഭിചാരം, സകലവിധ ദോഷവും ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ വന്ന് 2 രൂപ സ്തോത്ര ആഴ്ച പാത്രത്തിൽ കിണി എന്നങ്ങോട്ട് വീഴുമ്പോൾ, ഓ, നിന്റെ പാപം മോചിച്ചു തരുന്ന തെണ്ടിയാണോ? നിന്റെ പണത്തെക്കാൾ, നിന്റെ ധനത്തെക്കാൾ വേണ്ടത് നിന്റെ മനമാണ് മക്കളെ. സ്തോത്രം. കൈയനക്കാതെ, കാലനക്കാതെ, ശ്വാസം വിടാതെ, ഒരു ചെവിട് മുന്നോട്ട് വെക്കാതെ, കാന്തത്തിന്റെ കീഴിൽ കല്ലിശ്ശേരി കവലയിൽ ഇടിവെട്ട് മേടിച്ച് നിൽക്കുന്ന യേശുവിനെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. 8 വയസ്സുള്ള ബാലകനായിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന യേശുവിനെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ എന്നോടൊപ്പം കൈപൊക്കിയിട്ട് യേശു ഉള്ളിലുണ്ടെന്ന് പറയാൻ മനസ്സിലാക്കിയവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുവോട് ചേർന്നിരിപ്പ് എത്ര മോദമേ, യേശുവിനോർത്ത് എത്ര ഭാഗ്യമേ, യേശുവോടു ചേർന്നിരിപ്പ്. ആമേൻ. അരകട്ടി കാലിൽ ചെരുപ്പിട്ടുകൊണ്ട് തിടുക്കത്തോടെ തിന്നു. മിസ്രയീം വിടണം. ഫറവോൻ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ കിടന്ന് ആരാധിച്ചാൽ മതി. എന്തിനാ ഈ പുറപ്പെട്ടു പോരുന്നത്? പാസ്റ്റർ, ഏത് സഭയിൽ നിന്നാലും രക്ഷയില്ല. ഞാൻ പറയും, മക്കളെ, ഏത് സഭയിലല്ല മക്കളെ, ഏത് മതത്തിൽ നിന്നാലും രക്ഷപ്പെടാം. പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടോണു. മനസ്സിലായി? ഉദാഹരണം, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം ഹോസ്പിറ്റലിലെ ലേബർ റൂമല്ലേ? പക്ഷേ എല്ലാ പിള്ളേരും അങ്ങനല്ല. ചില പിള്ളേരെ ട്രെയിനിൽ പ്രസവിച്ചിട്ടുണ്ട്, ചിലരെ കപ്പലിൽ പ്രസവിച്ചിട്ടുണ്ട്, ചിലരെ വിമാനത്തിൽ പ്രസവിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിനെ വിമാനത്തിൽ പ്രസവിച്ചുകൊണ്ട് വിമാനത്തിനകത്തിട്ട് വളർത്താമെന്നൊരു ഒറ്റ അമ്മയ്ക്കും അനുവാദമില്ല. ലാൻഡ് ചെയ്ത മര്യാദയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി വളർത്തിക്കൊണ്ടു. പ്രസവം എവിടെ നടക്കാം? വളരേണ്ടത് വീട്ടിലാണ്. ആശയം മനസ്സിലാക്കിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതി. ജാതി മതഭേദമെന്നീ എവിടെ നിന്നും നിനക്ക് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. വീണ്ടും ജന്മം എവിടെയും നടക്കാം. പക്ഷേ വളരേണ്ടത് ക്രിസ്തീയ സഭയ്ക്കകത്താണ്. മനസ്സിലാക്കിയവർക്ക് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓഹോ, പൗലോസ് യഹൂദ സഭ വിട്ടില്ലേ? രൂത്ത് മോവാബ് വിട്ടില്ലേ? ഇസ്രായേൽ മിസ്രയീം വിട്ടില്ലേ? അബ്രഹാം കൽദയരുടെ പട്ടണമായ ഊര് വിട്ടില്ലേ? നിൽക്കുന്നിടത്ത് നിൽക്കുന്നതല്ല മക്കളെ, നിൽക്കേണ്ടിടത്ത് നിൽക്കുന്നതാണെങ്കിൽ. നടുവിട്ടു വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, കാഠിന്യമാ ശോധനയിൽ യാനം ചെയ്തോരായി. നാടുവിട്ടു വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു, കാഠിന്യമാ ശോധനയിൽ യാനം ചെയ്തോരായി. ഓ, കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചെത്ര നാളായി, കാരുണ്യ പണി കഴിച്ച കൊട്ടാരം തന്നിൽ. ആ കൊട്ടാരം സ്വതം വിടുവാൻ താമസിക്കരുത്. സ്വഭവനത്തെ വിട്ടിറങ്ങുവാൻ താമസിക്കരുത്. മിസ്രയീം വിടുവാൻ താമസിക്കരുത്. പെസഹ ഭക്ഷിച്ച് ക്രിസ്തു ഹൃദയത്തിലാകുവാൻ താമസിക്കരുത്. തുറക്കൂ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യം വായിക്കൂ. ലൂക്ക് 19:5. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ സക്കായിയെ എങ്ങനെ ഇറങ്ങി വരാനാ പറഞ്ഞേ? വേഗം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ഒരുത്തൻ ഇങ്ങോട്ട് വന്ന ഉടനെ യേശു എക്സ്റേ എടുത്ത് ലാബ് റിപ്പോർട്ട് പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. അവൻ ചോദിച്ചു, കർത്താവേ നീ എന്നെ എവിടെ വെച്ചറിയും? എടാ മോനെ, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അതറിഞ്ഞുകൊണ്ട് ഒരുത്തൻ അത്തിയുടെ മേളിൽ കയറിയിരുന്നു. കീഴിയിരുന്നാൽ കാണുമെന്ന് വിചാരിച്ചു. മക്കളെ, നാട്ടത്തിയുടെ കീഴിയിരുന്നാൽ മാത്രമല്ല കാട്ടത്തിയുടെ മുകളിലിരുന്നാലും നിന്നെ കാണുന്ന യേശു ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. അകത്ത് വന്നൊരു സുവിശേഷം കേൾക്കാതെ പുറത്ത് റോഡ് സൈഡിലോ വൃക്ഷത്തിൻ്റെ തണലിലോ വീട്ടിൻ്റെ തിണ്ണയിലും ഇരിക്കുന്ന സഹോദര സഹോദരി, നിൻ്റെയും പേർ ചൊല്ലി വിളിക്കുന്ന ഒരു യേശുവിനെയാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നു. വളർച്ചയിൽ കുറിയവൻ, ചെറിയ കയ്യെ, ചെറിയ കാല്, ചെറിയ തല, ചെറിയ ശരീരം, വലിയ ഉടല്, ഇരുന്നുകൊണ്ടുള്ള ജോലിയല്ലേ, വലിയ വയറ്, മദ്ദളം പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. അവങ്ങനെയുള്ളവർക്ക് മരത്തെ കയറാനുള്ള പാട് അവർക്കും ദൈവത്തിനെ അറിയാവും. ആരും കാണാതെ ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് ജിജ്ഞാസയോടെ കയറിയിരിക്കുമ്പോൾ മരം കയറിയേ എന്നല്ല വിളിച്ചത്, സക്കായിയേ. എൻ്റെ കർത്താവിന് എല്ലാവരുടെയും പേരറിയാം കേട്ടോ. അന്ധകാരത്തിൽ വിളങ്ങുന്ന അനന്ത താരാഗണങ്ങളിൽ വൻതുകയെ ഗ്രഹിച്ചു പേരന്തര്യം എന്നെ ഇടുന്നു. ബൈബിൾ പറയുന്നു, അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേര് വിളിക്കുന്നു. ഗാലക്സീസ് ഗാലക്സീസ്, നക്ഷത്ര വ്യൂഹത്തിൽ ഒന്നിൻ്റെ പേര് വേറൊന്നിടുന്നു. ഇവിടെ എത്ര സജിമാർ, മത്തായിമാർ, വിജിമാർ, ജിജിമാർ, രുജിമാർ, ഷാർലിമാർ, ഷാൻറ്റിമാരുണ്ട്. പക്ഷെ ഒരു പേര് 1000 പേർക്കുണ്ട്. പക്ഷെ നമ്മുടെ അപ്പച്ചൻ ഒരു നക്ഷത്രത്തിനിട്ട പേര് വേറെ നക്ഷത്രത്തിന് ഇല്ലെങ്കിൽ അവനൊരു അല്ലേലിയ പറഞ്ഞാൽ അധികപ്പറ്റൊന്നുമില്ല കേട്ടോ. സക്കായിയേ, വേഗം ഇറങ്ങി വാ. കർത്താവേ, കയറിയ പാട് എനിക്കറിയാം. ഞാൻ ആയുസിൽ ആദ്യമായിട്ട് മരത്തെ കയറുന്നത്. ഇരുന്നുകൊണ്ട് ടാക്സ് എഴുതിയുള്ള ജോലിയല്ലേ. എനിക്ക് അഡ്രസ്സ് താ, ഞാൻ വീട്ടിൽ വരാം. മക്കളെ, എടാ ഇറങ്ങി വാ. കയറുന്നതിൻ്റെ ഇരട്ടിപ്പാടാ ഇങ്ങനെയുള്ളവർക്ക് ഇറങ്ങാം. മോനെ, നീ താഴെ വീഴുമെന്നാണോ? പേടിക്കണ്ട, വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്നതിനെ വിളിക്കുന്നു. ഇനിയുടെ താഴെ വീണാൽ അസ്ഥി ഒടിയുന്നല്ലേ ഉള്ളൂ. അസ്ഥിയെ ഉണ്ടാക്കിയവനാണ് നിന്നെ വിളിക്കുന്നത്. മക്കളെ, നീ താഴെ വീണ് ചത്തുപോകുന്നേ ഉള്ളൂ. മകനെ, അഴുകിയ 4 ദിവസമായ ശവത്തെയും ജീവിപ്പിക്കുന്നവനാണ് വിളിക്കുന്നതെങ്കിൽ നീ എന്തിനു ഭയപ്പെടണം? ഇറങ്ങി വരിക. ഇന്ന് രാത്രി സത്യത്തെ പിൻപറ്റുവാൻ ഇറങ്ങി വരണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സഖായിയേ, വേഗം ഇറങ്ങി വാ. പദവികൾ വിട്ട്, പൊസിഷൻ വിട്ട് ഇറങ്ങാൻ താമസിക്കരുത്, ക്രിസ്തുവിനെ തേടാൻ. ഇനി വളരെ വേഗം ചെയ്യാൻ പറഞ്ഞ വേറൊരു കാര്യം, അപ്പോസ്തല പ്രവർത്തികൾ തുറക്കൂ 22-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. Acts 22:16. ഇനി താമസിക്കുന്ന എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. ക്രിസ്തു സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി കച്ചകെട്ടി ഒരു മഹാപുരോഹിതന്റെ അധികാരപത്രമായി ശൗൽ പോകുന്നു. മാർഗമധ്യത്തിൽ ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ദൈവശബ്ദം കേട്ടു, താഴെ വീണു. ലോർഡ്, വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? കർത്താവേ, ഞാൻ നിനക്കായി എന്ത് ചെയ്യണം? നീ പോകൂ, പറഞ്ഞു തരാം. നേർവീന്ന് തെരുവിൽ ഒരു ദൈവമകൻ്റെ വീട്ടിൽ പ്രാർത്ഥനയോടിരിക്കുമ്പോൾ 3-ാം ദിവസം അനന്യാസ് എന്ന് ഉപദേശിച്ച് ചെല്ലുക. ശൗലേ, സഹോദര, കാഴ്ച പ്രാപിക്കൂ. ഇനി താമസിക്കുന്ന എന്ത്? നീ എഴുന്നേറ്റവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് നിന്റെ പാവങ്ങളെ കഴുകിക്കളയണം. എൻ്റെ സഹോദര സഹോദരി, അകത്തും പുറത്തും നിൽക്കുന്ന ദേഹിയെ, ജലസ്നാനമേൽക്കുവാൻ നീ താമസിക്കരുത്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. 3 ദിവസം താമസിച്ചത് പൗലോസേ ഉള്ളൂ. ഈ പൗലോസാണ് സ്നാനത്തിൻ്റെ അർത്ഥം പറഞ്ഞു തന്നത്. സുവിശേഷങ്ങളിൽ ജലസ്നാനത്തിൻ്റെ കൽപ്പനയുണ്ട്, പക്ഷെ അർത്ഥം പറഞ്ഞിട്ടില്ല. സകല ജാതികളോട് സുവിശേഷം പറയുകയും ശിഷ്യപ്പെടുത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ സ്നാനം കഴിപ്പിക്കുകയും അർത്ഥം പറഞ്ഞിട്ടില്ല. വിശ്വസിക്കുക, സ്നാനമേൽക്കുമെന്ന് രക്ഷിക്കപ്പെടും, കൽപ്പനയുള്ളൂ, അർത്ഥമില്ല. അപ്പോസ്തല പ്രവൃത്തികൾ ഒരുപാട് സ്നാനമുണ്ട്. 3000 പേരുടെ സ്നാനം, ലുദിയായുടെ സ്നാനം, കൊർന്നല്യോസിന്റെ സ്നാനം, കാരാഗ്രഹപ്രമാണിയുടെ സ്നാനം, ഷണ്ണന്റെ സ്നാനം, അർത്ഥം പറഞ്ഞിട്ടില്ല. സുവിശേഷങ്ങളിൽ കൽപ്പനയാണ്, അപ്പോസ്തല പ്രവൃത്തികളിൽ സംഭവങ്ങളാണെന്നാൽ പൗലോസിന്റെ ലേഖനങ്ങളിലാണ് സ്നാനത്തിൻ്റെ അർത്ഥം പറയുന്നത്. റോമാലേഖനം 6:1-4 വരെ, ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു, ഞാനോ എൻ്റെ പാപപ്രകൃതിക്ക് മരിച്ചിരിക്കുന്നു. ക്രിസ്തു അരിമത്തയിലെ യോസേപ്പിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടു, ഞാനോ എൻ്റെ പഴയ പാപ സ്വഭാവത്തെ ജലക്കല്ലറയിൽ കുഴിച്ചിടുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഞാനോ അവനോടൊപ്പം ഉയർത്തിരിക്കുന്നു. മരണം അടക്കം ഉയർപ്പ് ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനങ്ങളോട് ഏകീകരിക്കുന്ന ശുശ്രൂഷയാണ് ജലത്തിലെ സ്നാനം. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അറിയാമോ, ഇത് ബോഡി ലാംഗ്വേജാ. ബോഡി ലാംഗ്വേജ് എന്ന് പറയാമോ? ഒത്തിരി നാളിന് ശേഷം ഈ കൺവെൻഷന് വെച്ച് ദൂരെ എന്ന് വന്നാൽ ചിലരെ കാണുമ്പം നമ്മളൊന്നും മിണ്ടിയില്ല,
തലയൊന്നാട്ടുന്നു, കണ്ണെന്ന് തുറക്കുന്നു. അയ്യോ എന്തൊരു സന്തോഷമാ. അതുപോലെ തന്നെ ഒരു ശത്രുവിനെ കാണുമ്പം പല്ലു അടിച്ച് ആശു ഇവിടെ വന്നു ഇങ്ങനൊക്കെ. എന്താ അത്? ബോഡി ലാംഗ്വേജാ. അമ്മച്ചിമാരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് പൊടിച്ച് കൊടുക്കുന്ന കണ്ടുണ്ടോ നിങ്ങൾ? കൊച്ചു നന്ന മുന്നാട്ടിച്ചേക്ക്. അപ്പം അമ്മയുടെ മുഖത്ത് നോക്കണം, അമ്മയുടെ വാ തുറന്നിരിക്കും. എന്തിനാ അമ്മ വാ തുറന്ന്? ഒരു ബിസ്ക്കറ്റ് പൊടി അവായി പോകുന്നില്ല. പക്ഷെ ഈ കൊച്ചിന് ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ, ഹിന്ദി അറിഞ്ഞുകൂടാ. ഓപ്പൺ യുവർ മൗത്ത് പറഞ്ഞാലും തുമാര മൂക്ക് കോലോ പറഞ്ഞാലും തുറക്കം പറയാൻ അതിന് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷ് ഹിന്ദി മലയാളം അറിയാൻ മേത്ത കൊച്ചിന് ഈ ലാംഗ്വേജ് മനസ്സിലാവും. അതുപോലെ ആണല്ലേ, നന്ദിയോട് സ്തോത്രം. നമ്മുടെ ബോഡിയിൽ ഒരു ലാംഗ്വേജ് ഉണ്ട്. അമ്മച്ചിമാരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് പൊടിച്ച് കൊടുക്കുന്ന കണ്ടുണ്ടോ നിങ്ങൾ? കൊച്ചു നന്ന മുന്നാട്ടിച്ചേക്ക്. അപ്പം അമ്മയുടെ മുഖത്ത് നോക്കണം, അമ്മയുടെ വാ തുറന്നിരിക്കും. എന്തിനാ അമ്മ വാ തുറന്ന്? ഒരു ബിസ്ക്കറ്റ് പൊടി അവായി പോകുന്നില്ല. പക്ഷെ ഈ കൊച്ചിന് ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ, ഹിന്ദി അറിഞ്ഞുകൂടാ. ഓപ്പൺ യുവർ മൗത്ത് പറഞ്ഞാലും തുമാര മൂക്ക് കോലോ പറഞ്ഞാലും തുറക്കം പറയാൻ അതിന് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷ് ഹിന്ദി മലയാളം അറിയാൻ മേത്ത കൊച്ചിന് ഈ ലാംഗ്വേജ് മനസ്സിലാവും. അതുപോലെ ആണല്ലേ, നന്ദിയോട് സ്തോത്രം. നമ്മുടെ ബോഡിയിൽ ഒരു ലാംഗ്വേജ് ഉണ്ട്. ചിത്തം ലയിച്ചാൽ നല്ല പാട്ട് ഇവിടെ ശ്രുതി മധുരമായി പാടുന്ന കേട്ടോ. ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം ഇങ്ങനെ തലയാട്ടുന്നു, കണ്ണു തുറക്കുന്നു, കൈ കുരുകുരുക്കുന്നു. ഇത് ഇങ്ങോട്ട് ഇത് കിട്ടിയെങ്കിൽ അതാ. നേരെ മറിച്ച് ഇഷ്ടപ്പെടാത്തവരോ വാച്ച് നോക്കും, അത് പ്രസംഗം കേട്ടാലും അങ്ങനെ ഇതെപ്പോഴാണ് തീരുന്നത്. അതാണ്, അതെല്ലാം ബോഡി ലാംഗ്വേജാണ്. ഇതുപോലെയാണ് ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് അതിന് വലിയ ഇഷ്ടമാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കളിക്കുന്ന ടെലിവിഷനിൽ 5 മുതൽ 6 വരെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ പിന്നെ ചില TV അങ്ങോട്ട് ഓൺ ചെയ്തിട്ട് അവന് ഭാര്യയും വേണ്ട, മക്കളെയും വേണ്ട, സ്നാക്സും വേണ്ട, കാപ്പിയും വേണ്ട, ചായയും വേണ്ട, ദോശയും വേണ്ട, ഉഡ്ഡലിയും വേണ്ട, ഒന്നും വേണ്ട. അത് തന്നെ നോക്കിയിരിക്കുക. ആരാണ് കളിക്കുന്ന അവസാന ഗോളടിക്കുമ്പോൾ യവന് ഒറ്റ അടി. യവൻ 2 പാർട്ടിയിലും കളിക്കുന്നില്ലെങ്കിലും ചിത്തം ലയിച്ചാൽ ബോഡി ചലിക്കും. മക്കളെ, ആശയം മനസ്സിലാക്കിയോ? ഇതിൻ്റെ മറുവശമാണ് വെള്ളത്തിലെ സ്നാനം. ഇതൊരു കളിയാണ്, മറ്റേത് ഗൗരവമായൊരു സംഭവമാണ്. 2000 കൊല്ലത്തിന് മുമ്പ് എൻ്റെ പ്രാണപ്രിയൻ ക്രൂശിൽ മരിക്കുമ്പോൾ ഞാനില്ല. ഗോൽഗോഥ കണ്ടില്ല, കാൽവറി കണ്ടില്ല, ഗതസമന കണ്ടില്ല. പക്ഷേ ഈ ടെലിവിഷനിലൂടെ ഞാനത് കണ്ടു. ദൈവത്തിന് സ്തോത്രം. മാത്യൂസ് ചാനൽ, മർക്കോസ് ചാനൽ, ലൂക്കോസ് ചാനൽ, യോഹന്നാൻ ചാനലിൽ എൻ്റെ പ്രാണപ്രിയൻ്റെ മരണം കണ്ടു, അടക്കം കണ്ടു, ഉയർപ്പ് കണ്ടു. അവനോട് എൻ്റെ ചിത്തം ലയിച്ചപ്പോൾ ഞാൻ അവനെ പോലെ മരിച്ചു, അവനെ പോലെ അടക്കപ്പെട്ടു, അവനെ പോലെ ഉയർത്തതാണ് സ്നാനം. മനസ്സിലാക്കിയവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം. നീ ഏകീകരിക്കുന്ന ബോഡി ലാംഗ്വേജാണ് സ്നാനം. വെറുതെ ഒരു വെള്ളം, ആ വെള്ളത്തിലൊന്ന് മുങ്ങി ഒന്ന് പൊങ്ങിയാൽ എന്തോ ഇരിക്കുന്നു വെള്ളത്തിൽ, എന്തോ പരിശുദ്ധാത്മാവുണ്ടോ? ഇല്ല. ഞാനും പറയുന്നു മക്കളെ, ഈ സ്നാനവെള്ളത്തിനകത്ത് ഒരർത്ഥവുമില്ല. അത് H2O സാധാരണ വെള്ളമാ. തിളപ്പിച്ചു, ചൂടാവൂ, തണുപ്പിക്കൂ, വയസ്സ് കെട്ടയാവും. സത്യം ഞാൻ പറയാം, സ്നാനവെള്ളത്തിനകത്ത് പാപമോചനം ഉണ്ടെന്ന് പറയുന്ന പച്ചക്കള്ളം. അതിനകത്ത് പാപമോചനമില്ല, രോഗശാന്തി ഇല്ല, പരിശുദ്ധാത്മാവില്ല, ഡിവിനിറ്റി ഇല്ല. വെറും വെള്ളമാ മക്കളെ. ആറിന് ശക്തിയില്ല, തോടിന് ശക്തിയില്ല, സ്നാനക്കടവിന് ശക്തിയില്ല. പക്ഷേ അതിൻ്റെ പിൻപിലെ കൽപ്പനയ്ക്കാണ് ശക്തി. കൽപ്പിച്ചവൻ്റെ ശക്തിയാണ് കൽപ്പനയുടെ ശക്തി. സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമോ? മോനെ, ഇത് ചോദിക്കാൻ നിനക്ക് എന്താ അധികാരം? മിലിറ്ററിയുടെ ക്യാപ്റ്റൻ പറയുന്നു മാർക്ക് ഫോർവേഡ്. അപ്പോൾ രണ്ടുപേരും അവിടെ വന്നോണ്ട്, സാറേ ഇല്ലെങ്കിലോ ഒന്ന് ചോദിക്കൂ. ചോദിച്ച വിവരം അറിയാം. എക്സ് സർവീസ് മാനോട് ചോദിരുന്നേ. ഇല്ലെങ്കിൽ നീ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലേ? ഓൾ സ്റ്റാൻഡ് അപ്പ്, എഴുന്നേറ്റിരിക്കും. സിറ്റ് ഡൗൺ, ഇരിക്കും. 10 ക്ലാസ് പഠിച്ചിട്ടുള്ളവരാണ് മിക്കവാറും എല്ലാവരും. ഒരു വർഷം എത്ര പ്രാവശ്യം എഴുന്നേക്കണം? ഓൾ സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും എഴുന്നേറ്റ്. 3 പിള്ളേരെ വിടുന്നുണ്ട്. ഇപ്പം എഴുതിച്ചില്ലെങ്കിലോ? ചോദിച്ചിട്ടുണ്ടോ? മര്യാദയ്ക്കറിയാം. ഇനിയും നീ ഒരു ഹോസ്പിറ്റലിൽ ചെല്ല്, ഒരു ഡോക്ടറെ കാണ്. രോഗമാ ആണോ? ഇരിക്കും. വാ വിളിക്കുക. നാക്ക് നീട്ട, പല്ല് കാണരുത്, ഈ ശ്വാസം പിടി, പോരാ, ഡീപ്പ് ബ്രത്ത്. അതും കഴിഞ്ഞ് സ്റ്റെതസ്കോപ്പ് കൊണ്ട് ചെക്ക് ചെയ്തിട്ട് അവിടെ ഇരുത്തി. ഞാനിപ്പോൾ ഒരു 3 ഗുളിക കുറിക്കുന്നു. ഒന്ന് കാലത്തും, ഒന്ന് ഉച്ചയ്ക്കും, വൈകിട്ടും. ഒരു 7 ദിവസം കഴിച്ചിട്ട് വരാൻ പറയും. ഞാനിപ്പോൾ തിന്നില്ലെങ്കിലും നീ ചോദിച്ചാൽ ഡോക്ടറെ, മക്കളെ ഈ അസുഖം വേറെയാ, ഉളംപാറ ആദ്യം, അവിടെ പോയിട്ട് വരാൻ പറയും. കാരണം എന്താണെന്നറിയാമോ? രോഗിയുടെ മേൽ അധികാരം വൈദ്യനാണ്, മിലിറ്ററിയുടെ മേൽ അധികാരം ക്യാപ്റ്റന്, കമാൻഡറാണ്, വിദ്യാർത്ഥിയുടെ മേൽ അധികാരം അധ്യാപകനാണ്, സകല ജഡത്തിന്മേലും അധികാരം യേശുക്രിസ്തുവിന്റെ. All power in heaven and earth is given unto me. ക്രിസ്തുനാഥൻ ആര്? നിന്റെ മൂക്കിൽ ഓടുന്ന ജീവശ്വാസം ഊതി തന്നവൻ, നിയന്ത്രിക്കുന്നവൻ. വിനയമായി അപേക്ഷിച്ച അപേക്ഷയല്ല സ്നാനം. പ്ലീസ്, സജഷൻ അല്ല, ഓപ്ഷൻ അല്ല. അറിയാമോ? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ മോടെ കല്യാണത്തിന് കുറി കിട്ടിയാൽ, മത്തായി, ചാക്കോ, ഒരു പേരങ്ങ് പറയുക, ഞാൻ
എൻ്റെ മോടെ കല്യാണത്തിനോട് എല്ലാവരും വിളിച്ച കൂട്ടത് മത്തായി വിചാരിച്ചൊന്നും പോകുന്നില്ലെങ്കിൽ ഒരു കുറ്റവും ഇല്ല. അത് കല്യാണക്കുറിയാ മക്കളെ. നിനക്ക് ഇഷ്ടമുണ്ടോ? ഇപ്പോൾ ഡിസ്ട്രിക്റ്റിൽ എല്ലാവരും വിളിച്ചതല്ലേ, നിനക്ക് വേണേ പോയാൽ മതി, ഇഷ്ടമില്ല പോകണ്ട. പക്ഷേ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെട്ട മത്തായിക്ക് ഒരു സമൻസ് വരിക. ഇന്ന ദിവസം ഇത്രാം തീയതി ഇത്ര മണിക്ക് ഏപ്രിൽ മാസം 10-ാം തീയതി 10:50 കോട്ട് നമ്പർ 101 മത്തായി ഹാജരാവണം. പണ്ടയുടെ മോടെ കല്യാണത്തിന് ഞാൻ പോയില്ല, ഇതിനും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സമൻസ് വരും. പിന്നെ ഒന്നുകൂടെ വരും. പിന്നെ വണ്ടി അയച്ചു തരും. പിന്നെ ഫുഡ് ആൻഡ് ലോഡ്ജിങ് ഫ്രീ. അറിയാമോ മക്കളെ? അഴിയെണ്ണും. പിന്നെ കാരണം എന്നാ? മറ്റേത് ഇൻവിറ്റേഷനാണ്, ഇത് കമാൻഡ്മെൻ്റാണ്. വാട്ടർ ബാപ്റ്റിസം ഈസ് നോട്ട് an ഒപ്പീനിയൻ, നോട്ട് an ഓപ്ഷൻ, നോട്ട് എ സജഷൻ, നോട്ട് an അപ്പീൽ, നോട്ട് എ റിക്വസ്റ്റ്. ഇറ്റ് ഈസ് ദ കമാൻഡ്മെൻറ്റ് ഓഫ് ദ ലോർഡ് ഓഫ് ലോർഡ്സ്. ജലസ്നാനം ഒരു വെറും ഒരു അപേക്ഷയല്ല, വെറും ഒരു ആലോചനയല്ല, റിക്വസ്റ്റല്ല, അപ്പീലല്ല, ആധികാരികമായ കൽപ്പനയാണ് സ്നാനം. പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്ത പരമപരിശുദ്ധൻ. ഈവനിങ് വാക്കിന് പോയപ്പം ഒരു സ്നാനക്കടവില്ല, ഒരാൾ സ്നാനപ്രതിമ എടുത്തു ചാടിയതല്ല. യേശുവിൻ്റെ സ്നാനം 70 മൈല് ഗലീലയിൽ നിന്ന് യോർദാൻ വരെ നടന്നു വന്ന യേശു തൻ്റെ സൃഷ്ടിയായ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ മടിച്ചില്ലെങ്കിൽ നീ എന്തിനു മടിക്കുന്നു? അവൻ ചോദിക്കുന്നു, കർത്താവേ, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ? യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാ, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്ന നമുക്ക് ഉചിതം. പാപമോചനത്തിനല്ല, അതൊരു ഉടമ്പടി. 2 കാര്യത്തിനാണ് യേശുവിൻ്റെ സ്നാനം. റിന്യൂവൽ ഓഫ് ദ കവനന്റ് വിത്ത് ദ ഫാദർ. അപ്പച്ച സ്വർഗത്തിൽ വെച്ചൊരു ഉടമ്പടി ചെയ്തല്ലേ വന്നത്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അപ്പാ, മരിക്കാൻ ഞാൻ തയ്യാർ, അടക്കപ്പെടാൻ തയ്യാർ, ഉയർക്കുവാൻ തയ്യാർ. ദൈവത്തിന് സ്തോത്രം. അത് ഉടമ്പടിയുടെ പുനഃസ്ഥിരീകരണം. 2, ഞാനും നീയും എങ്ങനെ സ്നാനപ്പെടണമെന്നുള്ളതൊരു മാതൃകാ സ്നാനമാണ്. എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടത്? ചെറുപ്പത്തിലാണോ, പ്രായമാകുമ്പോഴാണോ? തളിച്ചാൽ മതിയോ, കോരിയൊഴിച്ചാൽ മതിയോ, തെറിപ്പിച്ചാൽ മതിയോ, തൊട്ട് തെച്ചാൽ മതിയോ, ഡ്രൈ ക്ലീനിങ് ചെയ്താൽ മതിയോ? ഇതിനെല്ലാം ഉത്തരമാ മക്കളെ. ഇങ്ങനെ എങ്ങനെ? ഞാൻ വന്നതിൻ്റെ കൂട്ട് വരുന്നതിനെ മുക്കണം. എന്നെ ആര് കയ്യിലെടുത്തോണ്ട് ആട്ടി കൊട്ടി ഉമ്മ വെച്ച് കീഴപ്പഴം തുണി വെച്ച് പിടിച്ചത് പീലയാകുമ്പോൾ വേറെ തുണി വെച്ച് അത് മാറ്റിയിട്ട് കഴിയിട്ട് അടിയാട്ടി കൊട്ടി ഉമ്മ വെച്ച് പാല് കുടിപ്പിച്ച് കൊണ്ടുവരുന്നതിനെ നീ പ്രതിഷ്ഠിച്ചു വിടണം. നടന്നു വരുന്നതിനെ മുക്കി വിടണം. യോനാച്ച, ഇത് ഒഴക്ക വെള്ളമല്ല, ഇത് ഒഴുക്ക് വെള്ളമാ. നീ കരയിൽ, ഞാൻ വെള്ളത്തിലുമല്ല, ഞാൻ കരയിൽ, നീ വെള്ളത്തിലുമല്ല, നീയും വെള്ളത്തിൽ, ഞാനും വെള്ളത്തിൽ. അങ്ങനെ നീതി നിവർത്തിക്കുമ്പോഴേ സ്വർഗം തുറക്കപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശു അപ്പച്ചനും യോനാച്ചനും ഉപദേശിയും വെള്ളത്തിൽ നിൽക്കുന്ന കാഴ്ചയൊന്ന് കണ്ടേ മക്കളെ. മക്കൾക്ക് കമ്പ്യൂട്ടർ അറിയാമോ, ഇൻ്റർനെറ്റ്? അത് 30 കൊല്ലത്തേക്ക് തിരിച്ചു വിട്ടേ. ഇവർ 2 പേരും അമ്മമാരുടെ ഗർഭാശയത്തിലായിരുന്ന കാലത്ത് ഈ ഗർഭിണികൾ വന്ന് കൂട്ടുമുട്ടിയത് 30 കൊല്ലം മുമ്പ്. മറിയാമ്മയുടെ ഉദരത്തിൽ യേശുക്കുഞ്ഞ് വളരുന്നു. എലിശബേത്തിനെ ഇച്ചിരി ഏലിയാമ്മയെന്ന് വിളിച്ചോട്ടെ. ഏലിയാമ്മയുടെ ഉദരത്തിൽ യോനാച്ചൻ കുഞ്ഞ് വളരുന്നു. മറിയാമ്മ ഗർഭിണി. ഏലിയാമ്മ ഗർഭിണിയുടെ അടുക്കലേക്കൊരു യാത്ര. ഒരേ ഗ്രേഡിൽ 2 പേര് കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ? നേഴ്സിനെ, ഡോക്ടറെ, വക്കീലിനെ പോലെ ഒരു ഗർഭിണിക്ക് മറ്റു ഗർഭിണി കാണുമ്പോൾ സന്തോഷം. ഗുഡ് മോർണിംഗ് മാഡം ഏലിയാമ്മ. ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയുമല്ല. വന്ദനസ്വരം കേട്ടപ്പോൾ പിള്ള എലിസബത്തിൻ്റെ ഉള്ളത്തിൽ തുള്ളി. ഇത്രയുള്ള ബൈബിളിൽ. പക്ഷെ ഞാൻ ബാക്കി എൻ്റെ ഭാവനെ പറയാം. അപ്പം ഏലിയാമ്മ പറയാം, മോനെ അടങ്ങിക്കിടക്കടാ, മമ്മിക്ക് വേദന എടുക്കുന്നു. സ്തോത്രം. ഇത് മോനാന്ന് എങ്ങനെ മനസ്സിലായി? അതൊരു വലിയ മിസ്റ്ററിയാണ്. ഗർഭിണിയുടെ അകത്ത പിള്ള ഒത്തിരി തുള്ളിയാൽ അത് ആങ്കൊച്ച, കുറച്ച് തുള്ളിയാൽ പെങ്കൊച്ച. തുള്ളിയില്ല എന്തോ തകരാറാ. കൂടുതൽ വിവരങ്ങൾ ഗൈനക്കോളജി പഠിക്കും. ഇപ്പം ഇത്രയും പഠിക്കാനൊക്കെയുള്ളൂ. ജ്യാദാ കൂതേഗാത്തോ ബേട്ടാഹേ, കം കൂതേഗാത്തോ ബേട്ടീഹേ, നെയ് കൂതേഗാത്തോ മുർദാഹേ, നെയ് തോ ജഗ ബിൽക്കുൽ ഖാലി ഹേ. അത് ജാൻകാരിക്ക് ലി ഗൈനക്കോളജി ജാവ്. ഇത് ഗൈനക്കോളജിക്കൽ തുള്ളലല്ല, ന്യൂമറ്റോളജിക്കൽ തുള്ളലാണ്. ഇത് ഗർഭാശയ തത്വശാസ്ത്രമല്ല, ഇത് പരിശുദ്ധാത്മ തത്വശാസ്ത്രത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ആ മോൻ കിടന്ന് പറയാം, മമ്മി ഞാൻ എങ്ങനെ തുള്ളാതിരിക്കും മമ്മി? മറ്റേ വയറ്റിൽ കിടക്കുന്നവനെ ഞാനാണ് മുക്കേണ്ടത് മമ്മി. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാനുണ്ടോ? കൊല്ലം 30 കഴിഞ്ഞപ്പോൾ മറിയാമ്മയുടെ അകത്ത് കിടന്നവൻ ഏലിയാമ്മയുടെ അകത്തേക്ക് അകത്ത് കിടന്നവൻ്റെ അടുക്കലേക്ക് വരുന്ന കാഴ്ച അന്ന് സ്വർഗം കണ്ടു. അവൻ കണ്ടപ്പോൾ അവൻ അന്ന് 30 കൊല്ലം മുമ്പ് ഉള്ളത്തിൽ തുള്ളിയന് ഇപ്പോൾ വെള്ളത്തിൽ തുള്ളുകയാണ്. എത്ര പേർക്ക് കൈയടിച്ചൊരു സ്തോത്രം ചെയ്യാം. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ
പാനം ചെയ്യുവാൻ അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി. പ്രീതിയായ അവൻ മരിച്ചു, ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മരിച്ചു, ഞാൻ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിൻ ആവിയ പാടും ഞാൻ പരമേ. ഹല്ലേലൂയ. ഞാനൊന്ന് സ്ഥാനപ്പെട്ടതാണല്ലോ, ഇനി സ്ഥാനപ്പെടണമെന്നൊക്കെ ചില ചോദിക്കും. വ്യവസ്ഥ പ്രകാരം ഒന്ന് സ്ഥാനപ്പെട്ടവൻ ഒരിക്കലും സ്ഥാനപ്പെടണ്ട. വ്യവസ്ഥ തെറ്റിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അപ്പച്ചൻ അത്യാസന നിലയിൽ കിടക്കുന്ന അറിഞ്ഞുകൊണ്ട് ഒരുത്തൻ അടൂർ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ കയറും. പെട്ടെന്ന് തിരുവനന്തപുരം കയറിക്കോടാ, വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അവൻ കയറി ഇച്ചിരി അങ്ങോട്ട് എന്നപ്പോൾ പറഞ്ഞു, ഒരു തിരുവനന്തപുരം. അന്നേരം ആ കണ്ടക്ടർ പറയുന്നത്, എടോ താൻ ബോർഡ് വായിച്ചില്ലേ, ഇത് എറണാകുളത്തിന് പോകുന്ന വണ്ടിയാ. ഓ സാറേ, എന്നാൽ കോട്ടയം മെഡിക്കൽ എവിടെയെങ്കിലും ഒന്ന് പോകാം, ഒന്ന് കയറിയതാന്ന് പറയുന്നവനെ ഏത് വാർഡിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത്? പറയും, സാറേ ഞാൻ ബോർഡ് വായിക്കാതെ കയറിയതാ, ഒരുത്തം പറഞ്ഞ് കയറിയതാ, അറിഞ്ഞില്ല, ഇപ്പം ബോർഡ് വായിക്കാൻ പറ്റിയില്ല, ഇപ്പോഴാണ് മനസ്സിലായി, ഒന്ന് നിർത്തുമെന്ന് പറഞ്ഞ് ഇറങ്ങി. നേരെയുള്ള വണ്ടിയെ രണ്ടാമത് കയറുന്നവനാണ് ഭാഗ്യവാൻ. എങ്കിൽ കുഞ്ഞെ, മോനെ, മോളെ, കൊച്ചുനാളെ നന്നാ മുന്ന വെച്ച് എന്നപ്പം ഈ വേദപുസ്തകം വായിക്കാതാണ് സ്ഥാനപ്പെട്ടതെങ്കിൽ ഇന്ന് നിനക്ക് ബൈബിൾ വായിക്കാൻ അധികാരമുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ബോർഡ് വായിച്ച് കഴിയുമ്പോൾ തെറ്റാണെന്ന് പഴയത് ബോധ്യപ്പെട്ടാൽ അത് വിട്ടേച്ച് നേരെ വരുന്നവർക്കായി ഞാൻ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കും. ഇനി താമസിക്കുന്നത് എന്ത്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. മത്തായി 5:25 വായിച്ച് വളരെ വേഗം ചെയ്യണം. ഇനിയും മാത്യു 5:25. മക്കളെ ഒന്ന് ഓൺ ചെയ്ത്. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. വേഗത്തിൽ നീ നിരപ്പായിക്കൊള്ളുക. പിന്നെ അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, വിഷമതകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കണം, വേഗം ഇണങ്ങണം. അത് പിന്നെ ഈ കോപം, ക്രോധം, ഈർഷ്യ, പകയും പിണക്കും ഒക്കെ അധികം നാളെ വെച്ചുകൊണ്ടിരിക്കരുത്. മനസ്സിലായോ? ഒത്തിരി അങ്ങ് ദേഷ്യം വരുവാണെങ്കിൽ ഞാൻ അവളെ മര്യാദ പഠിപ്പിക്കും, അവന് ഞാൻ കീറും. ഇങ്ങനെ അങ്ങോട്ട് ഭയങ്കര കൂടുതൽ വരികയാണെങ്കിൽ ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം. അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടത്തില്ല. ആ ദേഷ്യം കൊണ്ട് വർദ്ധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി പിടിച്ച് ഏറ്റവും അടുത്തുള്ള സെമിത്തേരിയിലോട്ട് പോയാൽ മതി. അവിടെ കല്ലറയുടെ ഇടയിൽ നിന്ന് ഒരു സങ്കീർത്തനം 3 വട്ടം ചെല്ലണം. അതായത് 133. എങ്ങനെയാണ് ചെല്ലേണ്ടത്? ഇതാ സഹോദരന്മാരൊത്തൊരുമിച്ച് കിടക്കുന്നത്. ബാക്കിയൊന്ന് പറഞ്ഞ്, എത്ര ശുഭ, എത്ര മനോഹരമാണ്. ഈ അടിച്ചവൻ, ഇടിച്ചവൻ, തൊടിച്ചവൻ, ഇവിടെ പോയി നിന്റെ ദേഷ്യം. അറിയാമോ? നീ ഓർക്കണം മക്കളെ, ഇതായിരിക്കും ഇന്ന് രാത്രിയിലായിരിക്കും നിന്റെ ഒടുവിലത്തെ ദിവസമെങ്കിൽ എന്തിനായി പകയും പിണക്കും ദേഷ്യം കൊണ്ടുപോകുന്നത്? രാവിലെ നീ എന്തുവാ പാടിയത്? ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു, വിശ്രമവാസത്തിൽ ആകുമോ നാം, ഏതിനു ഒരുങ്ങുകൻ. സാധു കൊച്ചിൻ ഉപദേശിച്ച ശ്രുതിമധുരമായ സംഗീതം രാവിലെ 5:30 മണിക്ക് പാടിയപ്പോൾ പല്ല് തേക്കാതെ പാടിയത്. അത് കഴിഞ്ഞ് പല്ല് തേച്ച് കുളിച്ച് ഒരുങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്തിട്ട് 10 മണിയായപ്പോൾ സഹോദരനെതിരെ കേസ് കൊടുക്കാൻ ഓടുന്ന കള്ളാ, നീ എന്തുവാടാ രാവിലെ പാടിയത്? നീ ഒന്ന് നോക്ക്. തൻ്റെ കാകള എന്തോ പാടിയത് നീ? അത് പല്ല് തേക്കാതെ പാടിയത്, പല്ല് തേച്ചപ്പോൾ അത് പോയോ? മക്കളെ, ആശയം മനസ്സിലാക്കിയൊരു ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് രാത്രി വല്ല ഈർഷ്യയും പകയും പിണക്കും ഉണ്ടെങ്കിൽ കുഞ്ഞെ ഇവിടെ തളഞ്ഞു പോ. നാളെ നീ ആയിരിക്കും ശ്മശാന ഭൂമിയിൽ പോകുന്നത്. എത്ര പേർക്ക് ഒരാമയം പറയാൻ കഴിയും? വളരെ വേഗം, വളരെ വേഗം നിരപ്രാപിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 14:21 വാക്യം വെച്ച ലൂക്ക് 14:21. ലൂക്കോസ് 14:21. ദാസൻ മടങ്ങിവന്ന് യജമാനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ട് വരിക എന്ന് കൽപ്പിച്ചു. വളരെ വേഗം നീ കൂട്ടിക്കൊണ്ടുവരണം. ദൈവസഭയുടെ മുഖ്യ ലക്ഷ്യം ആത്മാക്കളെ നേടണം. ദൈവത്തിന് സ്തോത്രം. വളരെ വേഗം. ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. എന്നെ അനുഗമിച്ചാൽ ഞാൻ നിങ്ങളെ ആരാക്കുന്ന മനുഷ്യരെ. ഇന്ന് ഫിഷേഴ്സ് ഓഫ് മെൻ ആകാൻ ആർക്കും ആഗ്രഹമില്ല.
പിന്നെന്തോ ആകാൻ ആഗ്രഹം? കീപ്പേഴ്സ് ഓഫ് അക്വേറിയം ആകാൻ ആഗ്രഹം. അക്വേറിയം വല്ലോനെ പിടിച്ച മീന് ആ കണ്ണാടിക്കൂടിനകത്ത് AC മുറിക്കകത്ത് കിടന്ന് ചാടുക. അയ്യോ, കീപ്പേഴ്സ് ഓഫ് അക്വേറിയം. അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു. ഇങ്ങനെ ആ കളി കാണാൻ എന്തൊരു സന്തോഷം. കമ്മിറ്റി കളി, ജനറൽ ബോഡി കളി, കളി, പിന്നെ ഇലക്ഷൻ കളി, കളി ഇലക്ഷൻ കളി, ജനറൽ ബോഡി കളി, ഇങ്ങനെ കളിക്കുന്നു. പിന്നെ മീന് തീറ്റ കൊടുക്കണ്ടേ? അതിനെല്ലാ സഭയിലും ചൊവ്വാഴ്ച ഒരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, ബുധനാഴ്ച ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട്. തീറ്റ കൊടുത്ത് മീനിനെ കളിപ്പിക്കുക. മക്കളെ, ഈ കീപ്പേഴ്സ് ഓഫ് അക്വേറിയം അല്ല, മീൻ വളർത്തുശാലയുടെ സംരക്ഷകരല്ല. മീൻ പിടിക്കാൻ ഇറങ്ങാൻ എത്ര പേർക്ക് തയ്യാറുണ്ടെങ്കിൽ സ്തോത്രം. അത് പിടിക്കരുത്. അത് പിന്നെ വെയിലത്ത് പോകണമോ? അത് സമുദ്രത്തിൽ പോകണം. ചില കുളത്തിനകത്ത് പിടിക്കൂ, ചിലർ കിണറ്റിനകത്ത് പിടിക്കൂ. ഈ കിണറ്റിൽ വല്ലോനെ കിണറ്റിൽ പിടിച്ചാൽ മീൻ കിട്ടത്തില്ല, തവള കിട്ടും. അത് തവള കയറിയാലുണ്ടല്ലോ ഒരു ഗുണം, 1 ഇയർ ഗ്യാരണ്ടി ഇല്ല. അത് ചാടി കയറി ചാടി ഇറങ്ങും. IPC ഷാരോന്ന് AGന്ന് CGന്ന് ഇൻഡിപെൻഡന്റ്, ഇങ്ങനെ ചാടി വന്ന മക്കളെ, നീ മീനെ അല്ല പിടിച്ചത് മക്കളെ, നീ തവളയാ പിടിച്ചത്. പിന്നെ ചിലർക്ക് സ്വിമ്മിംഗ് പൂളിലെ പിടിക്കാൻ അറിയാവും. അവിടെ ചെന്ന സ്ത്രീകളുടെ തലമുടിയും കിട്ടും, സോപ്പിന്റെ കഷ്ണവും കിട്ടും. മക്കളെ, കുളിക്കുന്ന അതേ സ്വിമ്മിംഗ് പൂളിലല്ല, കുളവും വിട്ട് കിണറും വിട്ട് സമുദ്രത്തിൽ ചെന്നാൽ ആത്മാക്കളെ കിട്ടും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. വിധിയുടെ വിശാല താഴ്വരയിൽ പോയി ആത്മാക്കളെ നേടാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കും. പെട്ടെന്ന് ചെല്ലൂ. ഇങ്ങനെയെങ്കിൽ വളരെ വേഗം അപ്പച്ചൻ ചെയ്യുന്നൊരു കാര്യം ലൂക്ക് 15:22, ലൂക്കോസിന്റെ സുവിശേഷം 15:22 വായിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വേഗതയെങ്കിൽ നമ്മുടെ അപ്പച്ചൻ ചെയ്യുന്ന 2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ലൂക്കോസ് 15:22. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പി. പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറ് നിറപ്പാൻ ആഗ്രഹിച്ചവൻ, ദുർനടപ്പുകാരനായി ജീവിച്ചവൻ, വേശ്യമാരോടുകൂടെ പങ്കിട്ടവൻ, എല്ലാം തീർന്ന ശേഷം അവൻ ചിന്തിച്ചു, എൻ്റെ അപ്പൻ്റെ അടുക്കൽ മടങ്ങി വരും. ആ മടങ്ങി വരുന്ന മകനെ, ഹല്ലേലൂയ, മകൻ അപ്പനെ കാണും മുൻപേ അപ്പൻ മകനെ കണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ മടങ്ങി വരാൻ തയ്യാറാകുമോ? നീ അപ്പനെ കാണും മുൻപേ അപ്പൻ നിന്നെ കാണും. നടന്നാണോ നീ വരുന്നത്? ഓടി വരുന്നൊരു അപ്പച്ചനെ ഇന്ന് രാത്രി ഞാൻ പരിചയപ്പെടുത്തുന്നു. മക്കളെ, അളവെടുക്കണ്ട, അതേ ടൈലർ ഷോപ്പിൽ പോകണ്ട. നിനക്ക് വേണ്ടി റെഡിമെയ്ഡ് അങ്കി വേഗം ഇന്ന് രാത്രി തരുവാൻ രക്ഷാവസ്ത്രം, നീതിയുടെ വസ്ത്രം, ശുഭ്രമായ വിശേഷ വസ്ത്രം നിന്നെ ധരിപ്പിക്കും. അല്പം മുന്നോട്ട് വന്നാൽ അധിക വേഗത്തിൽ അവൻ മുന്നോട്ട് വരും. ഒറ്റ വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി എൻ്റെ ദൂത് അവസാനിപ്പിക്കുന്നു. ഒടുവിലത്തെ പുസ്തകം, ഒടുവിലത്തെ അധ്യായം, ഒടുവിലത്തെ ഭാഗമായി വെളിപ്പാട് 22:20 വായിക്കൂ. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു. ഞാൻ വേഗം വരുന്നു. വേഗം എന്നുള്ളത് നമ്മുടെ വിഷയം. വരുന്ന ആളി ചെയ്യുന്നു. അപ്പോൾ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവായ യേശു, അങ്ങനെ ഒന്നുകൂടെ വായിച്ചേ മോളെ. ആമേൻ കർത്താവായ യേശുവേ വരണമേ. ഇപ്പൊ ശരിയായി. ഒരുപാട് പേർക്ക് മനസ്സിലായോ? നമ്മൾ അറിയാതെ പറഞ്ഞു പോവുക. മണവാട്ടിക്ക് മണവാളനെ കാണുവാനുള്ള വേഗതയേക്കാൾ കൂടുതൽ മണവാളനും മണവാട്ടിയെ കാണാനാണെങ്കിൽ യേശു വേഗം വരുന്ന വിശ്വസിക്കേണ്ട കൈയൊന്ന് കണ്ടു. ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും വലിയ ആഗ്രഹമാണ്. ഇന്ന ദിവസം ഇത്രാം തീയതി ഇത്ര മണിക്ക് യേശു വരുമെന്നറിയാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യം നീ അറിയണ്ട. ഇന്ന് രാത്രി ആയിരിക്കാം നിൻ്റെ കർത്താവിൻ്റെ വരവ്. ഒന്നുകിൽ നിൻ്റെ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വളരെ വേഗം വരും. ഒരുപക്ഷെ നമ്മുടെ ചോദിക്കാം, ഞാൻ എപ്പോഴാണ് വരണ്ടേ? നമ്മളെല്ലാവരോടും ജനറൽ ബോഡി കൂടി തീരുമാനിക്കും, കർത്താവേ ഒരു ഞായറാഴ്ച വരാവേ. ഞായറാഴ്ച എപ്പോൾ വരണം? 12-നും 12:30 ഇടയ്ക്ക്. എന്താ? കർത്തൃമേശയെല്ലാം കഴിഞ്ഞ് വിശുദ്ധ ചുമ്മനമെല്ലാം കഴിഞ്ഞിട്ട് ജയം ജയം ഹല്ലേലൂയ തകർക്കുന്ന രാജരാജൻ തകർത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഹോളിൽ നിന്ന് മേലോട്ട് പൊങ്ങാൻ എല്ലാവരും കൊതി. പക്ഷെ സോറി, ഇവിടെ ഈ ആരാധന നടക്കുമ്പോൾ അമേരിക്കക്കാർ കിടന്ന് ഉറങ്ങുക. അറേബ്യൻ ഗൾഫിൽ വെള്ളിയാഴ്ചയുള്ള അവധി, അവർക്ക് വെള്ളിയാഴ്ചയാണ്. മറ്റ് നീ ഇവിടെ ആരാധിക്കും, അവരുറങ്ങുക. നിന്റെ ഞായറാഴ്ച 12:30 മക്കളെ, അവൻ തക്ക സമയത്ത് വരും. 24 മണിക്കൂർ ഒരുങ്ങി നിൽക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഒരു നിമിഷം നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഈ വചനത്തോടുള്ള ബഹുമാനമുള്ളവരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാണ്. എല്ലാ തലകളും ഒന്ന് വണങ്ങട്ടെ, എല്ലാ കണ്ണുകളും ഒന്ന് അടയട്ടെ, എല്ലാ അധരങ്ങളും ഒന്ന് ചലിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ചത് ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പോകരുത്. ആനന്ദ പ്രദേശമേ, സമീപവാസികളെ, ദേശവാസികളെ, ആത്മീയ കാര്യങ്ങൾക്ക് തിടുക്കം കൂട്ടണം. എല്ലാ കണ്ണുകളും അടഞ്ഞോട്ട് ഇന്ന് രാത്രിയിൽ ദൈവം നിന്നോട് സംസാരിക്കുന്നു. സോദോമ്യ പാപം വിടാൻ നീ തയ്യാറാകുമോ? പുരുഷ, നിന്റെ അഹങ്കാരം, സ്ത്രീയെ നിന്റെ അലങ്കാരം, സകലവിധ മ്ലേച്ഛതകളും സൗന്ദര്യ സംവർദ്ധക സാധനങ്ങളും സകലവിധ മ്ലേച്ഛതകളും വിട്ടകലുവാൻ നീ തയ്യാറാകുമോ? ആമേൻ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ന്യായവിധിക്കായി ദേശം ഒരുങ്ങിക്കഴിഞ്ഞു. ദൈവക്രോധത്തിന്റെ ന്യായവിധി പ്രളയം വരുന്നതിന് മുമ്പേ സോദോം വിടുക, സ്വഭവനത്തെ വിടുക, സോദോമ്യ പാപം വിടുക, മിസ്രയും വിടുക, പെസകയെ ഭക്ഷിക്കുക,
ആമേൻ. മരം വിട്ട് ഇറങ്ങുക. യെസ്, ജലസ്നാനമേൽക്കൊൽ സ്വീകരിക്കുക. എത്രയും വേഗം ചെയ്യുക. കൂട്ടുവിശ്വാസത്തോടെ നിരപ്പാകുക. സുവിശേഷം അറിയിപ്പാൻ വേഗത്തിൽ ഇറങ്ങുക. യേശു വേഗം വരും. എല്ലാ കണ്ണുകളും അടച്ചു. ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി എൻ്റെ ദൈവം എന്നോട് സംസാരിച്ച് നിശ്ചയമുള്ളവർക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. അവർ തങ്ങളുടെ കരം ഉയർത്തി കാണിക്കാം. ഒരു നിമിഷം കൂടെ അനേക കരങ്ങളെ ഞാൻ കാണുന്നു. ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. നീ വെറുതെ പോകരുത്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, എൻ്റെ ദൈവം സംസാരിച്ച വചനത്തിന് ഞാൻ കീഴ്പ്പെടുന്നു. സമർപ്പണമുള്ളവരുടെ മേൽ ദൈവശക്തി ഇറങ്ങാൻ പോകുകയാണ്. ലജ്ജിക്കാതെ കരമുയർത്തി കാണിക്കാം. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാവരും നിങ്ങളുടെ അധരം കൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ആ സമർപ്പണത്തോടൊപ്പം എൻ്റെ പ്രാർത്ഥനയും കൂടെ നടക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കും. ഇന്ന് രാത്രി ഉയർത്തപ്പെട്ട ഈ കരങ്ങളെ നിന്റെ കരങ്ങളുമായി ഞാൻ കോർത്തിണക്കുന്നു. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കൽ മടങ്ങി വരികയില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുന്ന അരുളി ചെയ്തവനെ ഉയർത്തപ്പെട്ട കരങ്ങളിൽ വിരലിൻ്റെ അറ്റത്തുകൂടെ ദൈവശക്തി ഇറങ്ങട്ടെ. സെല്ലുകളിൽ, കോശങ്ങളിൽ, ബ്ലഡിൽ വ്യാപരിക്കട്ടെ. പാപത്തിന്റെ ബന്ധനം അഴിയട്ടെ, രോഗബന്ധനം അഴിയട്ടെ, ശത്രുകെട്ടിയ മൂടുപടം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ടച്ച് ടച്ച് ടച്ച്. ശാലേം രാജൻ വരുന്നൊരു ധ്വനികൾ ആ പാട്ടുപാടി ആരാധിക്കുമ്പോൾ ദൈവശക്തി നിന്നിൽ വ്യാപരിക്കും. പ്രാർത്ഥനയോടെ ചില ചരണങ്ങൾ ഗായക സംഘത്തോടൊപ്പം പാടാം. യേശുദായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. യേശുദായി തോട്ടത്തിനുള്ളിൽ ജീവയാവി പകർന്നിടുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതരയിപ്പാൻ, സഭയുണരുവാൻ. ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതരയിപ്പാൻ, സഭയുണരുവാൻ. അഭിഷാലം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. അലറിയോടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. അലറിയോടുന്നു, പുതുഭാഷ കേൾക്കുന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. ദീപടികൾ തെളിച്ചുകൊള്ളുന്നു, എണ്ണപാത്രം കവിഞ്ഞിടട്ടെ. ദീപടികൾ തെളിച്ചുകൊള്ളുന്നു, എണ്ണപാത്രം കവിഞ്ഞിടട്ടെ. ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. അവൻ ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. അവൻ ശോഭയുള്ള കൂട്ടരോടൊത്ത് പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. അവൻ ശോഭയുള്ള കൂട്ടരോടൊത്ത് ഹല്ലേലൂയ പേർ വിളിക്കുമ്പോൾ വാനിൽ പോകുവാൻ ഒരുങ്ങി നിൽക്കും ഞാൻ. അവൻ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. ബോധങ്ങൾ അലറിയോടുന്നു, പുതുഭാഷകൾ ചൊന്നു, കുഷ്ഠരോഗ വിശ്വാസത്തോടെ ചെറുപാടിക്കട്ടെ. എല്ലാവരും ചേർന്ന് പാടി സ്തുതിച്ചാട്ടെ. ബോധങ്ങൾ അലറിയോടുന്നു, പുതുഭാഷകൾ ചൊന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. ബോധങ്ങൾ അലറിയോടുന്നു, പുതുഭാഷകൾ ചൊന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സത്യസഭ വെളിപ്പെടുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ
സത്യസഭ വെളിപ്പെടുവാൻ ഭൂതങ്ങൾ അലറിയോടുന്നു, പുതുഭാഷകൾ ചൊന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. ഭൂതങ്ങൾ അലറിയോടും ഹല്ലേലൂയ, ഭാഷകൾ ചൊന്നു, കുഷ്ഠരോഗം മാറുന്നു, ജനമൊന്നു ചേരുന്നു. അവൻ ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതരേൽപ്പാൻ, സഭയുണരുവാൻ. അവൻ ജീവൻ, ഓ അവൻ പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതരേൽപ്പാൻ, സഭയുണരുവാൻ. അവൻ ജീവൻ, ഹല്ലേലൂയ, പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതരേൽപ്പാൻ, സഭയുണരുവാൻ. അവൻ ജീവനുള്ള പാട്ടുപാടുവാൻ, സാക്ഷി ചൊല്ലുവാൻ, ദൂതരേൽപ്പാൻ, സഭയു. ശാലേം രാജ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലേം രാജ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം കേൾപ്പിച്ചിടുവാൻ ആനിൽ പറന്നു പോകാൻ. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം കേൾപ്പിച്ചിടുവാൻ ആനിൽ പറന്നു പോകാൻ. ശാലേം രാജ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. നമ്മുടെ ശാലേം രാജ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. അവൻ സോദര ഓ നീ ഒരു ഹല്ലേലൂയ വെറുത്തിടുക, വേഗം കേൾപ്പിച്ചിടുവാൻ വാനിൽ പറന്നു പോകാൻ. ഓ സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം കേൾപ്പിച്ചിടുവാൻ വാനിൽ പറന്നു പോകാൻ. സോദര ഹല്ലേലൂയ ഓ അപരാജ ശൈല രാജ രിഗട രാജ ദീവാന ശൈല ഗരിഗദ രിഗമന ദീവന ദീവാന സംഗാരിഗദ വൈഡാവാന അസ്കാര രിഗമ ജീവ ശബ്ദ ദീവന ബൗഡവര ജീവ ശക്തല രിഗമന രിഗര രിഗമന ജീവ ദീവാന ശബ്ദ രാജ ബൗഡവര ഗദ രിഗമന ജീവ ദീവാന ശബ്ദ ഗരിഗദ രിഗമന രിഗദ രിഗമന ജീവ ശബ്ദ രിഗ ദീവാന രിഗമന രിഗദ. ഹല്ലേലൂയ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഇന്ന് രാത്രി ഒരു നിമിഷം നമുക്ക് തലവണക്കി ദൈവസഭയിൽ പ്രാർത്ഥിക്കാം. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തുകയാണ്. സോദോം നഗരം വിട്ട് ഓടുവാൻ ബന്ധപ്പെടുത്തുകയാണ്. താമസിച്ചപ്പോൾ ദൂതന്മാർ അവന്റെ കൈക്ക് പിടിച്ച് സോദോമിനെ പുറത്താക്കി ഓടി ജീവരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുവാൻ പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സോദോം വിഭാഗങ്ങളെ വിട്ടോടുവാൻ, ഹല്ലേലൂയ, ജീവരക്ഷയ്ക്കായി യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിപ്പാൻ, ഹല്ലേലൂയ, നിത്യരക്ഷയ്ക്കായി ഒരുങ്ങി ജീവിപ്പാൻ വലിയവനായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. ഇന്ന് രാത്രി നമ്മുടെ തലകളെ വണക്കി ദൈവസഭയിൽ പ്രാർത്ഥിക്കാം. വചനം ശുശ്രൂഷിച്ച ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമുക്ക് ആവശ്യമായ ഉയരത്തിലെ ആലോചനകളെ കർത്താവ് തന്റെ ദാസനിലൂടെ പകർന്നു തന്നല്ലോ. നമ്മുടെ കരമുയർത്തി ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് രാത്രി നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ ജോൺ നൈനാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, സകല നാമത്തിനും മേലായ നാമമുള്ള യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമം, എല്ലാ മുഴങ്കാലും മുടങ്ങുന്ന അവിടുത്തെ ശ്രേഷ്ഠതയുള്ള നാമത്തിന്റെ മഹത്വവും ശക്തിയും ഇന്ന് രാത്രി അങ്ങയുടെ അഭിഷിക്ത ദാസനിൽ കൂടെ ഇവിടെ വെളിപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. സകല മനുഷ്യവർഗവും അറിഞ്ഞിരിക്കേണ്ടതും അനുസരിക്കേണ്ടതുമായ നിത്യതയുടെ പ്രമാണങ്ങൾ ആത്മാവിന്റെ ശക്തിയോടും ബഹുനിശ്ചയത്തോടും ഘോഷിപ്പാൻ ഇന്ന് രാത്രി അങ്ങയുടെ അഭിഷിക്ത ദാസനെ ഉപയോഗിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സൃഷ്ടികളാകുന്ന ഞങ്ങൾക്ക് ഒരു നിത്യമായ പ്രമാണവും തന്നിട്ടുണ്ട്. മൃഗജാലങ്ങളെക്കാൾ ഇഴജാതികളെക്കാൾ മനുഷ്യവർഗത്തിന്റെ പ്രത്യേകത, ഞങ്ങൾ പ്രമാണം ലഭിച്ചിരിക്കുന്ന ജനമാണ്. ആകയാൽ ആ പ്രമാണപ്രകാരം തന്നെ ഒരു ന്യായവിധി ഉണ്ടെന്ന് പ്രാരംഭത്തിൽ തന്നെ ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് സ്തോത്രം. മനുഷ്യൻ ചെയ്യുന്ന ഏത് രഹസ്യ